റെഡിയാണല്ലോ, തുടങ്ങാമല്ലോ. എടാ ഞാനാണ് ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് എങ്കിൽ ഞാൻ ആദ്യം പഠിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ലിമിറ്റേഷൻ ആയിരിക്കും. എന്തായിരിക്കും? ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ലിമിറ്റേഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മൾ ഇവിടെ കാണുന്നത് പോലെ, ഈ കാണുന്ന പോലെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ വ്യക്തമായിട്ടുള്ള റൗണ്ടിൽ ഇലക്ട്രോൺസ് കിടന്ന് ചുറ്റും എന്ന് പറഞ്ഞാൽ ആറ്റം മോഡലിൻ്റെ പേരാണ് ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഈ പറഞ്ഞതിനകത്ത് കുറച്ച് തെറ്റ് കണ്ടെത്തി. എന്തൊക്കെയാണ് തെറ്റ്? ഒന്ന്, ഈ ഇലക്ട്രോണിനെ നമുക്ക് ഇതുപോലെ ഒരു പോയിന്റ് ആയിട്ട് ഒരിക്കലും കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ മാത്രമല്ല, മറിച്ച് അത് എന്തുകൂടെയാണ്? ഒരു വേവ് കൂടെയാണെന്ന് കണ്ടെത്തി. ആര് കണ്ടെത്തി? കണ്ടെത്തിയ ആളുടെ പേരാണ് ലൂയിസ് ഡി ബ്രോഗ്ലി. അപ്പോൾ ലൂയിസ് ഡി ബ്രോഗ്ലി പറഞ്ഞു, പാർട്ടിക്കിൾസ്, ചെറിയ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ് പോലെ ഉള്ളതിന് വേവ് നേച്ചറുണ്ട്, അതിന് പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല ബോർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു വൃത്തത്തിൽ ഒരു ഓർബിറ്റ് കിടന്ന് ചുറ്റുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇലക്ട്രോൺ എന്ന് പറയുന്നത് വളരെ ചെറുതും അതുപോലെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒന്നുമാണ്. ഇതിൻ്റെ കറക്റ്റ് പൊസിഷനും അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡും ഒന്നും കണ്ടെത്താൻ നമുക്ക് സാധിക്കത്തില്ല എന്ന് ആര് പറഞ്ഞു? ഹെയ്സൻബർഗ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അൺസർട്ടണിറ്റി പ്രിൻസിപ്പിളിൽ. അപ്പോൾ രണ്ട് പ്രിൻസിപ്പിൾസ്. ഒന്ന്, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇനി മുതൽ എന്തല്ല? പാർട്ടിക്കിൾ അല്ല, വേവ് സ്വഭാവം കൂടി കാണിക്കും. അതുപോലെ തന്നെ അതിനെ വ്യക്തമായിട്ട് അതിൻ്റെ പൊസിഷനും മൊമെൻറ്റും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് ആര് പറഞ്ഞു? ഹെയ്സൻബർഗ് അൺസർട്ടണിറ്റി പ്രിൻസിപ്പിളും പറഞ്ഞു. ഇത് രണ്ടും കൂടെ വന്നതുകൊണ്ട് നമ്മുടെ ബോർ മോഡലിന് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്തു? ഫെയിലായി. അതായത് ഇന്ന് സയൻറ്റിസ്റ്റുമാർ വിശ്വസിക്കുന്നത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇങ്ങനെ കാണുന്ന ഒരു പാർട്ടിക്കിൾ അല്ല, ഇറ്റ് ഈസ് എ ക്ലൗഡ് ലൈക്ക് റീജിയൻ. അതെന്താണ്? ന്യൂക്ലിയസിന് ചുറ്റും ഇതുപോലെ കണ്ടോ, കുറേ ഡോട്ടായിട്ട് കാണുന്നുണ്ടല്ലോ, ഇത്തരത്തിലുള്ള ഒരു ക്ലൗഡ് ലൈക്ക് റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് ഇനി പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഇനി പുതുതായിട്ട് ഉപയോഗിക്കുന്ന വാക്കിൻ്റെ പേരാണ് ഓർബിറ്റൽ. എന്താണ്? ഓർബിറ്റൽസ്. ഓക്കെ, ഓർബിറ്റൽ എന്നോ ഓർബൈറ്റൽ എന്നോ പറഞ്ഞോ സാധനം ഇതാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്താണ് ഓർബിറ്റൽ? ഇലക്ട്രോണിൻ്റെ വീടിൻ്റെ പേരാണ് ഓർബിറ്റൽ. ആ ഒരു വീട്ടിൽ എത്ര ഇലക്ട്രോൺസ് കാണും? ഒരു സമയം 2 പേരെ കാണത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ വീടിൻ്റെ പേരാണ് എന്ത്? ഓർബിറ്റൽ. അതായത് ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് പറയും? അവൻ അവൻ്റെ വീട്ടിൽ കാണുമെന്ന് പറയും. സോ നിങ്ങൾ എവിടെയാണ് കാണുക എന്നുള്ളതിന് ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി എവിടെയാണ്? നിങ്ങളുടെ വീട്ടിലല്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം താമസിക്കുന്ന വീട്ടിലല്ലേ? അതുപോലെ ഇലക്ട്രോണിൻ്റെ വീടാണ് ആര്? ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ പ്രധാന പ്രശ്നം, നിങ്ങൾക്ക് ഈ ഓർബിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ ഓർബിറ്റലും ഏതാണ്ട് സെയിം ആണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരും. അത് മാറ്റണം ആദ്യം. ഓർബിറ്റൽ എന്ന് വെച്ചാൽ ഇലക്ട്രോണിൻ്റെ വീടാണ്. ആ വീട്ടിനകത്ത് 2 ഇലക്ട്രോണേ ഒരു സമയം താമസിക്കുള്ളൂ. അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ വാട്ട് ഈസ് ഓർബിറ്റൽ എന്ന് ചോദിച്ചാൽ പറയണം, ഇറ്റ് ഈസ് ദ റീജിയൻ അറൗണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള റീജിയനാണ്. അവിടെ എന്താണ്? ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഈസ് മാക്സിമം. ഇലക്ട്രോണെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടിയ സ്ഥലം ഏതാണോ അതാണ് ഒരു ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഒരു റൗണ്ട് സ്പേസ് ഞാൻ വരച്ചു. ഇതൊരു ഓർബിറ്റലാണ്. ഇതിനകത്ത് എന്ത് ചെയ്യാം? ഇലക്ട്രോൺസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റീജിയൻ ഞാൻ കാണിച്ചു. ഈ റീജിയനകത്ത് എന്തുണ്ടാവാം? ഓർബിറ്റൽ. ഇതൊരു ഓർബിറ്റൽ. ഇതിനകത്ത് ഇലക്ട്രോൺ കാണാം, മറ്റൊരു ഇലക്ട്രോൺ ഈ റീജിയനിൽ കാണാം, മറ്റൊരു ഇലക്ട്രോൺ എന്ത് ചെയ്യാം? ഈ റീജിയനിൽ കാണാം. അങ്ങനെ ഒരു പ്രത്യേക റീജിയൻ ന്യൂക്ലിയസിന് ചുറ്റുമുണ്ട്. ആ റീജിയനിലായിരിക്കും ഇലക്ട്രോണിനെ കാണാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടുതൽ. ആ റീജിയനാണ് എന്ത് വിളിക്കുന്നത്? ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ ഇലക്ട്രോൺ പഠിച്ചു വന്നതുകൊണ്ട് പറഞ്ഞു, ഒരു ഓർബിറ്റലിനകത്ത് എത്ര ഇലക്ട്രോൺ കാണും? 2 ഇലക്ട്രോൺ കാണും. അത് ഓർത്ത് വെച്ചോളണം. ഒരു ഓർബിറ്റലിനകത്ത് എത്ര ഇലക്ട്രോൺ കാണും? 2 ഇലക്ട്രോൺ കാണും. ഓക്കെ ആണല്ലോ. അങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ഒരു ഓർബിറ്റലിനെ തപ്പി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിനെ കണ്ടെത്താൻ പറ്റണം. അപ്പോൾ എന്നെ തപ്പി ഒരാൾ വിദേശത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ എന്നെപ്പറ്റി പറയുന്ന ആദ്യത്തെ പോയിന്റ് എന്തായിരിക്കും? ഞാനൊരു ഇന്ത്യക്കാരനാണെന്നാണ്. അതുപോലെ ഒരു ഇലക്ട്രോണിനെ പറ്റി നമ്മൾ പറയുന്ന ആദ്യത്തെ നമ്പറിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ അഥവാ N. ഇതെന്തിനെ കാണിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ തൊട്ട് മുമ്പത്തെ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ പറഞ്ഞില്ലേ, ഇങ്ങനെ ഈ പറയുന്ന ഇലക്ട്രോൺസെ ഒരു റീജിയനിൽ കിടന്ന് ചുറ്റുമെന്ന് ആ വരച്ചേക്കുന്ന സാധനമില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന് വിളിക്കുന്നത്. എനർജി ലെവൽ എന്ന് വിളിക്കും, ഷെൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്ത് വിളിക്കും? ഓർബിറ്റ് എന്ന് വിളിക്കും. കാരണം ഇതേ നമ്പർ തന്നെ മറ്റൊരു കാര്യം കൂടി കാണിക്കും. ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് എത്ര ദൂരെയാണ്? ഒരു ഇലക്ട്രോൺ ഇപ്പോൾ ഈ ഓർബിറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അവൻ ഇത്രയും ദൂരെയാണ്. ഈ ഓർബിറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഇത്രയും ദൂരെയാണ്. ഈ ഓർബിറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഇത്രയും അടുത്താണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്നും എത്ര ദൂരെയാണ്? ഡിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ് കാണിക്കുന്ന നമ്പർ ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആര് പറയണം? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് പറയണം. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സാധാരണ എണ്ണൽ സംഖ്യ പോലെ 1, 2, 3, 4 എന്ന നിലയിലായിരിക്കും പോകുന്നത്. സെറ്റ്. രണ്ടാമത്തതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഞാൻ പറഞ്ഞല്ലോ, ഇലക്ട്രോണുകൾ ഇരിക്കുന്നത് എവിടെയാണ്? ഇനി തൊട്ട് ഓർബിറ്റലിലാണ്. ഇലക്ട്രോണിൻ്റെ വീടിൻ്റെ പേരാണ് ഓർബിറ്റൽ. അപ്പോൾ ആ വീടിൻ്റെ ഷേപ്പ് എന്താണ്? ആ ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താണ് എന്ന് പറഞ്ഞിരുന്ന നമ്പറിൻ്റെ പേരാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. L എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഏതാണ്? സ്മോൾ ലെറ്റർ L എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഒരു ഓർബിറ്റൽ എന്ന് പറയുന്ന സാധനത്തിന് കുറേ എണ്ണത്തിന് ഒരേ പ്രോപ്പർട്ടി കാണിക്കും. അവരെല്ലാവരും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സബ്ഷെല്ല് എന്ന് വിളിക്കുന്നത്.
ഇത് വിളിക്കുന്നത് സബ്ഷെൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സബ്ഷെൽ ഏതെന്ന് കാണിക്കുന്ന നമ്പർ ഏതെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. അപ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ രണ്ട് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന്, ഇലക്ട്രോണിൻ്റെ വീടായിട്ടുള്ള ഓർബൈറ്റലിൻ്റെ ഷേപ്പ് എന്താണെന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഓർബൈറ്റലുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന സബ്ഷെൽ ഏതാണെന്നും പറഞ്ഞു തരും. അങ്ങനെ 4 സബ്ഷെല്ലാണുള്ളത്. എസ്, പി, ഡി, എഫ്. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൻ്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ 0 ആണ്. അത് പഠിച്ചു വെച്ചോളൂ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1, 2, 3 എന്ന് പോകുമെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ പോകുന്നത് 0, 1, 2, 3 എന്നാണ്. അതിൽ ആദ്യത്തെ ഏറ്റവും എനർജി കുറഞ്ഞ സബ്ഷെല്ലാണ് എസ് സബ്ഷെല്ല്. അതിൻ്റെ വാല്യൂ 0, പിയുടേത് 1, ഡിയുടേത് 2, എഫിൻ്റെത് 3 എന്നാണ്. മറന്നു പോരുത്. ഇത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഇനി അങ്ങോട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തെറ്റും. അപ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓർബിറ്റലിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സബ്ഷെൽ ഏതെന്ന് കാണിക്കുന്നു. അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എസ്, പിയും ഡിയും എഫുമാണ്. അതിൽ 0 എന്ന നമ്പർ എസിനെ കാണിക്കും, 1 പിയെ കാണിക്കും, 2 ഡിയെ കാണിക്കും, 3 എഫിനെ കാണിക്കും. ഇത് മറന്നു പോകരുത്. ഇനി അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം. ഇതൊന്നുമില്ല, ഓറിയൻറ്റേഷനാണ് കാണിക്കുന്നത്. ആരുടെ ഓറിയൻറ്റേഷൻ? ഓർബിറ്റലിൻ്റെ ഓറിയൻറ്റേഷൻ. ഇപ്പോൾ നമ്മൾ വീട് വയ്ക്കുമ്പോൾ പറയത്തില്ലേ, വീട് എങ്ങോട്ട് ദർശിച്ച്, കിഴക്ക് ദർശനമാണോ പടിഞ്ഞാറ് ദർശനമാണോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഓർബിറ്റൽ ഇങ്ങനെ വട്ടത്തിരിക്കുന്ന ഓർബിറ്റലുണ്ട്, ഈ ഷേപ്പിൽ ഇരിക്കുന്ന ഓർബിറ്റലുണ്ട്, ഈ ഷേപ്പിൽ ഇരിക്കുന്ന ഓർബിറ്റലുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിൽ ഇരിക്കുന്ന ഓർബിറ്റലുണ്ട്. ഇത് എങ്ങോട്ട് തിരിഞ്ഞാൽ ഇരിക്കുന്ന ഓറിയൻറ്റേഷൻ പറയണ്ടേ? അതിനുപയോഗിക്കുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പോൾ എത്ര ഓറിയൻറ്റേഷൻസ് ആയിരിക്കും പോസിബിൾ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മൾ എൽ എത്രയെന്ന് നോക്കുക. എല്ലിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × L + 1 ഇത്രയും നമ്പർ ഓഫ് ഓറിയൻറ്റേഷനാണ് ഒരു ഇലക്ട്രോണിന് അല്ലെങ്കിൽ ഒരു ഓർബിറ്റലിന് പോസിബിൾ ആയിട്ടുള്ളത്. 2L + 1 പോസിബിൾ വാല്യൂസ് ആണുള്ളത്. അപ്പോൾ ഇത് കണ്ടെത്താൻ ചോദിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഇലക്ട്രോണിൻ്റെ എൽ വാല്യൂ എന്ന് പറയുന്ന 0 ആണെങ്കിൽ അതിലെത്ര ഓറിയൻറ്റേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഓറിയൻറ്റേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2L + 1. അപ്പോൾ എങ്ങനെ എടുക്കും? 2 × 0 + 1 ദാറ്റ് ഈസ് 1. ഒരു ഓറിയൻറ്റേഷനെ കാണുള്ളൂ. എല്ലിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എത്ര ഓറിയൻറ്റേഷൻ കാണും? 2 × 1 + 1 അതായത് എത്ര? 2 + 1 3 ഓറിയൻറ്റേഷൻ കാണും. അടുത്ത് എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ എത്ര? 5 ഓറിയൻറ്റേഷൻ കാണും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഓറിയൻറ്റേഷൻ കണ്ടുപിടിക്കുന്നത്. ഇത് ചോദിക്കാം. ഒരു അറ്റോമിക് നമ്പറൊക്കെ തന്നിട്ട് ഓറിയൻറ്റേഷൻ അവസാനത്തെ ഷെല്ലിന് എത്ര, അവസാനത്തെ ഓർബിറ്റലിന് അല്ലെങ്കിൽ അവസാനത്തെ ഇലക്ട്രോണിന് എത്ര ഓറിയൻറ്റേഷൻ ഉണ്ട് എന്ന രീതിയിൽ ചോദ്യം വരാം. 2L + 1 ആണ് റൂൾ എന്ന് പറയുന്നത്. ഈ റൂൾസൊക്കെ സെപ്പറേറ്റ് ഒരു പേപ്പറിൽ റൂൾസ് മാത്രമായിട്ട് എഴുതി പഠിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. തീർന്നു, തിയറി പോർഷനൊക്കെ തീർന്നു. നമ്മളിനി അടുത്ത പരിപാടിയിലോട്ട് പോവുകയാണ്. വേറൊന്നുമില്ല, നേരത്തെ പറഞ്ഞ പരിപാടി. എങ്ങനെയാണ് ഇലക്ട്രോണുകൾ ഒരു ന്യൂക്ലിയസിന് ചുറ്റും അറേഞ്ച് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഇലക്ട്രോൺസുകൾ എപ്പോഴും ന്യൂക്ലിയസിന് ചുറ്റും അറേഞ്ച് ചെയ്യുന്നതിന് ഒരു നിയമമുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ആയിട്ട് നമുക്ക് വേറൊരു കാര്യം പഠിക്കണം. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് തപ്പിയല്ലേ നമ്മൾ പോയത്? ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് തപ്പി പോയപ്പോൾ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ഷെല്ല്. ഷെല്ലിൻ്റെ അകത്ത് ആരുണ്ട്? സബ്ഷെല്ലുണ്ട്. ഷെല്ലിനകത്ത് ആരുണ്ട്? സബ്ഷെല്ലുണ്ട്. സബ്ഷെല്ലിനകത്ത് ആരുണ്ട്? ഓർബൈറ്റലുണ്ട്. ഓർബൈറ്റലിനകത്താണ് ആരുള്ളത്? ഇലക്ട്രോൺ ഉള്ളത്. ഇത്രയും ഓക്കെ ആണല്ലോ. ഇലക്ട്രോണിനകത്തെ നമ്മൾ അഡ്രസ്സ് നോക്കി പോയപ്പോൾ ഷെല്ലുണ്ട്, ഷെല്ലിനകത്ത് സബ്ഷെല്ല്, സബ്ഷെല്ലിനകത്ത് ഓർബിറ്റൽ, ഓർബിറ്റലിനകത്ത് ഇലക്ട്രോൺ. ഇനി കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുക, എങ്കിലും ശ്രദ്ധിച്ചിരിക്കുക. നോക്കടാ, ഒരു ഷെല്ലിനകത്ത് എത്ര സബ്ഷെല്ലുണ്ട്? ഒരു ഷെല്ലിനകത്ത് എത്ര സബ്ഷെല്ലുണ്ട്? ഒരു ഷെല്ലിനകത്ത് എത്ര സബ്ഷെല്ലുണ്ടെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് n. അത്രയും നമ്പർ ഓഫ് സബ്ഷെല്ല് കാണും. ഒരു ഷെല്ലിൽ എത്ര സബ്ഷെല്ലുണ്ടെന്ന് ചോദിച്ചാൽ n നമ്പർ ഓഫ് സബ്ഷെല്ലുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല. ഇതാണ് പറയുന്നത്. ഇപ്പോൾ കെ ഷെല്ലിൻ്റെ വാല്യൂ 1 എന്നല്ലേ? അതിൻ്റെ എന്നിൻ്റെ വാല്യൂ 1 എന്നല്ലേ? അതിലെത്ര സബ്ഷെല്ല് കാണും? ഒരു സബ്ഷെല്ല് കാണും. എല്ലിനകത്ത് 2 അല്ലേ എന്നിൻ്റെ വാല്യൂ? അതിലെത്ര സബ്ഷെല്ല് കാണും? 2 സബ്ഷെല്ല് കാണും. ഓക്കെ ആണല്ലോ. ഇനി ഒരു ഷെല്ലിനകത്ത് എത്ര ഓർബിറ്റൽ കാണും? ഒരു ഷെല്ലിനകത്ത് എത്ര ഓർബിറ്റൽ കാണുമെന്ന് വെച്ചാൽ സിമ്പിളാണ്. n² നമ്പർ ഓഫ് ഓർബിറ്റൽ കാണും. എത്ര ഓർബിറ്റൽ കാണും? n² നമ്പർ ഓഫ് ഓർബിറ്റൽ കാണും. എന്ന് വെച്ചാൽ കെ ഷെല്ലിനകത്ത് 1ൻ്റെ സ്ക്വയർ 1 ഓർബിറ്റൽ ഉണ്ട്. എല്ലിനകത്ത് 2ൻ്റെ സ്ക്വയർ 4 ഓർബിറ്റൽ ഉണ്ട്. ഓക്കെ ആണോ? അടുത്ത് എം എടുക്കുകയാണെങ്കിൽ എമ്മിനകത്ത് എന്നിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3ൻ്റെ സ്ക്വയർ എത്ര? 9 ഓർബിറ്റൽ കാണും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്പർ. n² നമ്പർ ഓഫ് ഓർബിറ്റൽ കാണും. ഓക്കെ ആണല്ലോ. ഇനി ഒരു ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്.
ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ മതി. 2n² ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ n² 2n². ഇങ്ങനെ വരച്ചു പിടിച്ചാൽ കിട്ടിയില്ലേ? ഒരു ഷെല്ലിനകത്ത് എത്ര സബ്ഷെല്ലുണ്ട്? n നമ്പർ ഓഫ് സബ്ഷെല്ലുണ്ട്. ഒരു ഷെല്ലിനകത്ത് എത്ര ഓർബിറ്റലുണ്ട്? n² നമ്പർ ഓഫ് ഓർബിറ്റലുണ്ട്. ഒരു ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2n² നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സെറ്റല്ലേ? ഇത് ടഫായിട്ട് വന്നാൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് ഉറപ്പായിട്ടും പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു ഷെല്ലിനകത്ത് n സബ്ഷെല്ല്, ഒരു ഷെല്ലിനകത്ത് n² ഓർബിറ്റൽ, ഒരു ഷെല്ലിനകത്ത് 2n² ഇലക്ട്രോൺ. ഇത് അവസാനത്തെ ഓർത്ത് വയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ആലോചിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഓർബിറ്റൽ എന്ന് വെച്ചാൽ ആരാ? ഇലക്ട്രോണിൻ്റെ വീടാണ്. ഇലക്ട്രോണിൻ്റെ വീട്ടിൽ എത്ര പേരെ കാണൂ? 2 പേരെ കാണും. അപ്പോൾ ഓർബിറ്റൽ ഉണ്ടോ അതിൻ്റെ ഇരട്ടി ആയിരിക്കുമല്ലോ ഇലക്ട്രോൺ. അപ്പോൾ n² ഓർബിറ്റൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി 2n² ആയിരിക്കും ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. സെറ്റാണ്. ഇത് വെച്ച് ബാക്കി എല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. തീർന്നു. അടുത്ത പരിപാടി നോക്കടാ, സബ്ഷെല്ലിലോട്ട് പോവാം. നോക്കിയേ, ഇവിടെ വരെ നമ്മൾ പറഞ്ഞു. അടുത്ത ഒരു സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുണ്ട്, ഒരു സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുണ്ട് എന്ന് പറയാനുള്ള ഫോർമുലയാണ് 2l+1. അപ്പോൾ നമ്മൾ ഓറിയൻറ്റേഷൻ പറഞ്ഞ ഫോർമുല തന്നെയാണ് ഇവിടെയും വരുന്നത്. ഒരു സബ്ഷെല്ലിനകത്ത് എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് ചോദിച്ചാൽ 2l+1. ഇനി ഒരു സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണും പൂട്ടി പറയും, സാറേ അത് 2 × 2l+1 ആണ്. പറയത്തില്ലേടാ? 2 × 2l+1 ആണ്. കാരണം എന്താ? ഓർബിറ്റലിൽ 2. അപ്പോൾ ഓർബിറ്റലിൽ ഇരട്ടിയായിരിക്കും ഇലക്ട്രോണിൻ്റെ എണ്ണം, ഓർബിറ്റലിൻ്റെ ഇരട്ടിയായിരിക്കും ഇലക്ട്രോൺ എണ്ണം. അപ്പോൾ ഒരു സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് ചോദിച്ചാൽ 2l+1 ഓർബിറ്റലുണ്ട്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ സെറ്റായില്ലേ? ഒരു സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് ചോദിച്ചാൽ 2l+1. അങ്ങനെയാണെങ്കിൽ ഒരു സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ചോദിച്ചാൽ 2 × 2l+1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റാക്കാൻ പറ്റും. ആ ടേബിളിനകത്തൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന് മൊത്തം കുഴപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ ഒറ്റ സെറ്റിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ഈ അവസാനം കിടക്കുന്ന ഈ കുഞ്ഞൻ ഇലക്ട്രോൺ എങ്ങനെയാണ് ഒരു ഓർബിറ്റിൽ വരുന്നത്, എങ്ങനെയാണ് ഒരു സബ്ഷെല്ലിൽ വരുന്നത്, എങ്ങനെയാണ് ഒരു ഷെല്ലിൽ വരുന്നത് എന്ന് നമുക്ക് പഠിക്കണ്ടേ? അതിനാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാനായിട്ട് ആദ്യം നമ്മൾ എന്തറിയണം? എങ്ങനെയാണ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നതെന്ന് അറിയണം. ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ എനർജിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് ഏറ്റവും എനർജി കുറഞ്ഞിടത്ത് ആദ്യം. അപ്പോൾ ഷെല്ല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെ ഷെല്ല്, എന്നിട്ട് എൽ, എന്നിട്ട് എം, എന്നിട്ട് എൻ, KLMN എന്ന ഓർഡറിൽ ഫില്ല് ചെയ്യും. സബ്ഷെല്ല് നോക്കിയാലോ SPDF എന്ന ഓർഡറിൽ ഫില്ല് ചെയ്യും. ഏത് ഓർഡർ ഫില്ല് ചെയ്യും? SPDF എന്ന ഓർഡർ ഫില്ല് ചെയ്യും. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് എനർജിയിലായിരിക്കും ഫില്ല് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കിയേ, K എന്ന് പറയുന്ന ഷെല്ലിലെ എസിലായിരിക്കും ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. K ഷെല്ലിലെ S എന്ന് പറയുന്ന സബ് ഷെല്ല്. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതും? KS എന്ന് എഴുതുമോ? ഇല്ല. നമ്മൾ എങ്ങനെ എഴുതും? ജനറലായിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള ഫോർമുല N എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എഴുതണം. എന്നിട്ട് അവിടുത്തെ സബ് ഷെല്ല് ഏതാണെന്ന് എഴുതണം. എന്നിട്ട് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളത് ഇവിടെ മുകളിൽ എഴുതണം. ഇതാണ് അതിൻ്റെ ജനറൽ രീതി. ഫോർ എക്സാമ്പിൾ, K ഷെല്ലിൻ്റെ N വാല്യൂ 1 ആണ് അല്ലേ? K ഷെല്ലിൻ്റെ N വാല്യൂ സ്മോൾ n വാല്യൂ 1 അല്ലേ? സബ് ഷെല്ല് എസിൽ എത്ര കൊള്ളും? മാക്സിമം 2 എണ്ണം കൊള്ളും. എസിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 എണ്ണം കൊള്ളും. എസിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 എണ്ണം കൊള്ളും. 2 എണ്ണം കൊള്ളും എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഫോർമുല വെച്ചാൽ കണ്ടുപിടിച്ചത്. അതൊക്കെ അറിയായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, എസിൽ 2 കൊള്ളും, പിയിൽ 6 കൊള്ളും, ഓക്കെ, ഡിയിൽ 10 കൊള്ളും. ഓർത്ത് വെച്ചോളാം. എസിൽ ഞാൻ ഇവിടെ അങ്ങ് എഴുതിത്തരാം അല്ലേ? എസിൽ കൊള്ളുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2, പിയിലാണെങ്കിൽ 6, ഡിയിലാണെങ്കിൽ 10, എഫിലാണെങ്കിൽ 12 ആണെന്ന് തോന്നുന്നു. അതെനിക്ക് കറക്റ്റ് ഇപ്പോൾ കാണാതെ ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് വെച്ചു. ഇത് 3 എണ്ണം തന്നെ മതിയാവും. എഫിലോട്ടൊന്നും നമുക്ക് ചോദ്യം വരത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഫില്ല് ചെയ്യുന്ന ഇലക്ട്രോൺ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് 1s ആണ്. 1s ആണ്. അടുത്ത് ആര് ഫില്ല് ചെയ്യും? കെ ഷെല്ലിൽ എത്ര സബ് ഷെല്ല്? ഒരു സബ് ഷെല്ല്. തൊട്ട് മുമ്പത്തെ നമ്മൾ പഠിച്ചതാണ്. ആദ്യത്തെ ഷെല്ലിൽ ഒരു സബ് ഷെല്ല്. എല്ലിൽ എത്ര സബ് ഷെല്ല്? 2 എണ്ണം. ഏതൊക്കെയുണ്ട്? എസ്സും ഉണ്ടാവും, പിയും ഉണ്ടാവും. അപ്പോൾ അടുത്ത ഏതാ? അടുത്ത് ഫില്ല് ചെയ്യുന്നത് 2s, അത് കഴിഞ്ഞിട്ട് 2p. അടുത്ത എമ്മിലാണെങ്കിലോ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. 3s, 3p, 3d. അടുത്താണെങ്കിലോ എന്നിനകത്താണെങ്കിൽ 4s, 4p, 4d, 4f. ഇതാണ് ഇലക്ട്രോൺ എഴുതുന്ന രീതി. എനർജിയുടെ രീതിയല്ല, ഇലക്ട്രോൺ എഴുതുന്ന രീതി. പക്ഷെ നമ്മൾ പറഞ്ഞു ഇത് ഇലക്ട്രോൺ എഴുതുന്ന രീതിയാണ്. അറിയാമല്ലോ. ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? ഒരു സബ്ഷെല്ലിലെ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ റൂളാണ് N+L റൂൾ. N+L റൂൾ. ഇവിടുത്തെ N എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളെടുക്കുക, 1s എടുക്കുക. ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ എത്രയാ? 1. എസിൻ്റെ വാല്യൂ എത്രയാ? 0. അപ്പോൾ ഇവിടുത്തെ N+L വാല്യൂ എത്രയാ?
1 + 0 = 1. ഇതാണ് ഏറ്റവും കുറഞ്ഞ എനർജി ലെവൽ എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ എനർജി ലെവൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവൻ്റെ നോക്കാം. 3Pയുടെ നോക്കാം. 3Pയുടെ നോക്കാം. 3Pയുടെ n വാല്യൂ എത്ര? ആദ്യം നമ്മൾ n അല്ലേ എടുക്കുന്നത്. n 3 അല്ലേ ഇവിടെ. n = 3. L എത്രയാണ്? P ആണോ? P എന്ന് വെച്ചാൽ P സബ്ഷലിൻ്റെ L വാല്യൂ എത്രയാണ്? S-ൻ്റെത് 0, P-യുടേത് 1. അപ്പോൾ എന്താണ്? 3 + 1 = 4 എന്ന് വരും. അപ്പോൾ 1 ഇവിടെ 2 വരും, 3 4 ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ പോകുന്നത്. പ്രശ്നം വരുന്നത് എവിടെയാണ്? ഇവിടെ എത്തുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നോക്കിയോ, ഇവന്മാർ രണ്ടുപേരുടെ എനർജി എടുത്തപ്പോൾ ഒരു പ്രശ്നം പറ്റി. ഇതാ നോക്ക്, 3Dയും 4Sഉം നമ്മൾ നോക്കുകയാണ്. ഇതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽഡ് നോട്ട് ഗ്രൂപ്പിൽ കിടപ്പുണ്ടേ. ഓക്കെ, നോക്കടാം. 3Dയിലെ n വാല്യൂ എത്ര? 3. L വാല്യൂ 2. കാരണം എന്താ? D സബ്ഷനിലാണ്. S0, P1, D2. അപ്പോൾ n + L എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 3 2 5 എന്ന് വരും 3Dയുടേത്. 4Sൻ്റെ നോക്കിയേ, 4Sൻ്റെ n വാല്യൂ 4, L വാല്യൂ 0. അപ്പോൾ n + L വാല്യൂ 4 വരുന്നുള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും നോക്കിക്കഴിഞ്ഞാൽ 3Dയും 4Sഉം നോക്കി ആർക്കാ എനർജി കുറവ്? n + L വാല്യൂ ഉള്ള അനുസരിച്ചാണല്ലോ എനർജി വരുന്നത്. അപ്പോൾ ഇവന് 5 ഉണ്ട്, ഇവന് 4 ഉണ്ട്. അപ്പോൾ ഇവനേക്കാളും എനർജി കുറവ് 4Sനാണ്. അപ്പോൾ എനർജി അനുസരിച്ച് ഫില്ല് ചെയ്യുമ്പോൾ പ്രശ്നം, ആദ്യം 4S ഫില്ല് ചെയ്തിട്ട് എന്ത് ഫില്ല് ചെയ്യുള്ളൂ? 3D ഫില്ല് ചെയ്യുള്ളൂ. 4S ഫില്ല് ചെയ്തിട്ട് എന്ത് ഫില്ല് ചെയ്യുള്ളൂ? 3D ഫില്ല് ചെയ്യുള്ളൂ. അപ്പോൾ എനർജി അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾ ഓർഡർ എഴുതാൻ, സബ്സ്ട്രേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. എന്താണ് ബോർഡർ? 1S, 2S, 2P, 3S, 3P കഴിഞ്ഞിട്ട് ഒരിക്കലും 3D എഴുതരുത്. 4S കഴിഞ്ഞിട്ടാണ് 3D. 4S കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? 3D വരുന്നത്. ഇതാണ് എനർജിയുടെ ഓർഡർ എന്ന് പറയുന്നത്. ഇത് കാണാതെ പഠിച്ച് വെച്ചേക്കണം. 3D കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത് എന്ത് വയ്ക്കുക? അടുത്ത് എന്താണ്? 4S കഴിഞ്ഞു, അടുത്ത് 4P, 4D അങ്ങനെ പോവാം. ഇതാണ് എനർജിയുടെ ഓർഡർ. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഇത് കാണാതെ പഠിക്കണം, അല്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കണം. പഠിക്കുമ്പോൾ ഏതെന്ന് അറിഞ്ഞിട്ട് പഠിക്കണം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ ഇത്, എനർജിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയെങ്കിൽ അത് ഇത്. രണ്ടിൽ ഏതാണെന്ന് വെച്ചാൽ പഠിച്ചു വെച്ചോ. ഫില്ല് ചെയ്യുമ്പോൾ മാറിപ്പോകരുത്. എനർജിയുടെ ഓർഡറിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയുമ്പോൾ നമ്മൾ ഇത് ഓർത്തോളം മാറിപ്പോകരുത്. ഇനി ഇത്രയും നീളത്തിൽ എഴുതുന്നതിന് പകരം നമ്മൾ ചുരുക്കി എഴുതുന്ന ഒരു രീതിയുണ്ട്. ഇത് പലപ്പോഴും കുട്ടിയൊക്കെ കാണുമ്പോൾ സംശയം വരും. വേറൊന്നുമല്ല, ഇവിടെ നോക്കടാം. എസ്സിൽ ഞാൻ പറഞ്ഞു എത്രയേ കൊള്ളുള്ളൂ? 2 കൊള്ളുള്ളൂ. പിയിൽ എത്ര? 2 കൊള്ളുള്ളൂ. പിയിൽ എത്ര? 6, എസ്സിൽ 2, പിയിൽ 6, ഡിയിൽ എത്ര? 10. മാക്സിമം കൊള്ളുന്ന എണ്ണമാണ് ഇത്. ഓരോന്നായിരിക്കും. ഹൈഡ്രജൻ ഹീലിയം ലീഥിയം അനുസരിച്ച് കൂടി പോകും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേത് ഇത്രയും പേര് എടുത്തോ. 6 4 10. ഈ 10 പേർക്ക് പകരം നമുക്ക് നിയോൺ എന്ന് എഴുതാം. 10 പേർക്ക് പകരം നമുക്ക് നിയോൺ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ അതിൻ്റെ അർത്ഥം 10 ഇലക്ട്രോൺസ് അവിടെ ഫില്ലായി കഴിഞ്ഞു എന്നാണ്. ഇത്രയും വിശദമായി എഴുതണ്ട. ഇനി 10 ആയി. 6 2 8. ഇത്രയും എണ്ണത്തിന് പകരം ഇത്രയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആർഗൺ എന്ന് എഴുതാം. കാരണം ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ 18 ആണ്. അപ്പോൾ നമ്മൾ എന്താ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ചുരുക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തൊട്ട് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസസ് ഉണ്ടല്ലോ, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺസ്, നോൺട്രഡോൺ, ആ നമ്പർ എന്ത് ചെയ്യും? നമ്മൾ ഇതുപോലെ ചുരുക്കി എഴുതിയിട്ട് ബാക്കി എഴുതും. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് എഴുതുന്നു എന്ന് വിചാരിക്കും. ഇവൻ്റെ കോൺഫിഗറേഷൻ എഴുതുകയാണ്. ഈ 3p6 മുമ്പ് വരെ 3p6 പകരമായിട്ട് ഞാൻ എന്ത് എഴുതും? ആർഗൺ എന്ന് എഴുതും. എന്നിട്ട് പിന്നെ എന്തെടുക്കും? പിന്നെ ഞാൻ 3D10 എന്നും 4S എന്നും 4p എന്നും എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്? ശരിയാണ്. അപ്പോൾ ഈ ആർഗൺ എന്ന് കണ്ടാൽ 18 എന്നും നിയോൺ എന്ന് കണ്ടാൽ 10 അറ്റോമിക് നമ്പർ ആണെന്ന് ഓർത്തോളണം. തീർന്നു. ഒറ്റ പ്രശ്നം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. തീർന്നു. ചാപ്റ്റർ ഏതാണ്ട് തീർന്നു കഴിഞ്ഞു കേട്ടോ. ഏറ്റവും പ്രശ്നം ഇവന്മാർ രണ്ടുപേരുമാണ്, ക്രോമിയവും കോപ്പറും. എവിടെ നിങ്ങൾ ചോദ്യത്തിൽ ക്രോമിയവും കോപ്പറൊന്നും കണ്ടാൽ റെഡ് അലർട്ട് അടിച്ചോളണം. ഇതെന്താണ്? പണിയാണ്. ക്രോമിയവും കോപ്പറും പണിയാണ്. നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർക്ക് ബാധകമല്ല? ക്രോമിയത്തിനും കോപ്പറിനും ബാധകമല്ല. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 26 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s2, 2p6, 3s2, 3p6, 3d4, 4s2 എന്ന് നിങ്ങൾ അങ്ങ് എഴുതും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഇതെങ്ങനെ എഴുതി? ഞാൻ പറഞ്ഞില്ല, ആദ്യം എഴുതിയ രീതിയാണ് ഇത്. എനർജിയുടെ രീതിയല്ല, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ രീതിയാണ്. അപ്പോൾ നമ്മൾ 3D എഴുതിയിട്ട് 4s എഴുതും. പക്ഷേ ഫില്ലിങ് എന്താണ്? 4s കഴിഞ്ഞിട്ടേ 3D ഫില്ലാവുള്ളൂ. കൺഫ്യൂഷൻ വരാൻ ഞാൻ എഴുതുന്ന രീതി ഇങ്ങനെയാണ്: 1s2, 2s2, 2p6, 3s2, 3p6 കഴിഞ്ഞ് ഞാൻ 4s2 എഴുതിയിട്ട് എന്ത് എടുക്കുള്ളൂ? 3D എടുക്കുകയുള്ളൂ. 3d4 എന്ന് എഴുതുകയുള്ളൂ. ഇപ്പോൾ എത്രയായി? 24 പക്ഷേ ഇത് തെറ്റാണ്. നമ്മൾ വിചാരിക്കുന്നത് ശരിയാണ്, പക്ഷേ ഇത് തെറ്റാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ
ഡി ഓർബിറ്റലിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ 4 ഉണ്ട്. ഒരു ഇലക്ട്രോണും കൂടി കിട്ടിയാൽ അത് 5 ആവും. ഇത് നമ്മൾ ഹാഫ് ഫിൽഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഹാഫ് ഫിൽഡ് എന്ന് വിളിക്കും. ഇത് വിളിക്കും ഹാഫ് ഫിൽഡ്. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഫുൾ ഫിൽഡിനേക്കാളും അല്ലെങ്കിൽ ഇപ്പോൾ എഴുതിയതിനേക്കാളും കുറച്ചുകൂടി സ്റ്റേബിളാണ്. കെമിസ്ട്രിയുടെ എക്സെപ്ഷൻസിൻ്റെ കേസാണ് ഇത്. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ ഒരു ഓർബിറ്റലിന് 10 എണ്ണം കൊള്ളും. അതിൽ 5 എണ്ണം വെച്ചാൽ ഒരു ബാലൻസ് കിട്ടത്തില്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. 5 എണ്ണം കിട്ടിയ ബാലൻസ് ആവും. അതുകൊണ്ട് ക്രോമിയോ എന്ന് പറയുന്ന ആൾ എപ്പോഴും എന്ത് ചെയ്യും? ഇതങ്ങ് മാറ്റി പിടിക്കും. അതായത് 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞിട്ട് ഈ രീതിയിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ, ഈ മുകളിൽ കാണുന്ന രീതിയിലാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? 3d5 എന്ന് എഴുതിയിട്ട് 4s1 എന്ന് എടുക്കണം. 3d5 എന്ന് എഴുതിയിട്ട് 4s1 എന്ന് എടുക്കണം. ഇതാണ് സംഭവം. ഡി ഫില്ലായിട്ട് എന്ത് പറ്റുള്ളൂ? എസ് ഫില്ലാവുള്ളൂ. പക്ഷേ സാധാരണഗതിയിൽ എസ് ഫില്ലായിട്ട് ഡി ആവണം. പക്ഷേ ഇവിടെ എന്താണ്? ഡി ഫില്ലായിട്ട് എസ് ആവുള്ളൂ. അത് ക്രോമിയത്തിൻ്റെ കേസ്. കോപ്പറിന് ഇത് തന്നെയാണ് പ്രശ്നം. അറ്റോമിക് നമ്പർ 29. 1s2 2s2 2p6 3s2 3p6 3d9 4s2 എന്നാണ് വരേണ്ടത്. എന്ന് വെച്ചാൽ ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്, എനർജിയുടെ കോൺഫിഗറേഷൻ അല്ല. അതുമില്ലെങ്കിൽ ഇവിടെ 4s ആദ്യം വന്നേനെ എന്നിട്ട് 3d വരത്തുള്ളൂ. അത് മാറിപ്പോകരുത് പിള്ളേരെ, ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടെയും കുഴപ്പം എന്താണ്? ഡിയിൽ കൊള്ളുന്നത് മാക്സിമം 10, ഇപ്പോൾ 9 ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ 2ൽ നിന്ന് ഒരുത്തനെ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൻ 10 ആവും, അവൻ ഫുൾ ഫിൽഡ് ആവും. അപ്പോൾ എന്ത് പറ്റും? ഇവനെ അങ്ങോട്ട് മാറ്റി പിടിക്കും. ആക്ച്വൽ കോൺഫിഗറേഷൻ എന്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3Dയിൽ 10 ആയിട്ടേ 4s ഫില്ലാവുള്ളൂ. 3Dയിൽ 10 ആയിട്ടേ 4s എന്ത് ചെയ്യുള്ളൂ? ഫില്ലാവുള്ളൂ. അപ്പോൾ ഇതാണ് ഹാഫ് ഫിൽഡ്, കംപ്ലീറ്റ്ലി ഫിൽഡ്. ക്രോമിയം കോപ്പർ ചോദ്യത്തിൽ എവിടെ കണ്ടാലും സൂക്ഷിച്ചോളണം. ലാസ്റ്റ് ടോപ്പിക്ക്, എങ്ങനെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും ബ്ലോക്കും ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ആദ്യം എന്താണ് ബ്ലോക്ക് എന്ന് മനസ്സിലാക്കുക. ആദ്യം കാണുന്ന 2 ഗ്രൂപ്പുകാരാണ് എസ് ബ്ലോക്ക്. പിന്നീട് ഇവിടെ വരുന്നവന്മാരാണ് പി ബ്ലോക്ക്. ഇവിടെ വരുന്നവന്മാരാണ് ഡി ബ്ലോക്ക്. താഴെ കാണുന്ന സെപ്പറേറ്റ് കാണുന്നവന്മാരാണ് എഫ് ബ്ലോക്ക്. അപ്പോൾ ഇത് എസ് ബ്ലോക്ക്, ഇത് പി ബ്ലോക്ക്, ഇത് നടുക്ക് വരുന്ന ഡി ബ്ലോക്ക്, ഇത് എഫ് ബ്ലോക്ക്. പീരിയോഡിക് ടേബിളിൽ ഒരു എലമെൻറ്റ് ഏത് ബ്ലോക്കിലാണ് വരുന്നതെന്ന് അറിയാനായിട്ട് ഒന്നും ചെയ്യേണ്ട, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങ് എഴുതുക. എന്നിട്ട് അതിൻ്റെ അവസാനം ഫില്ലായ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണെന്ന് നോക്കുക. അതായിരിക്കും അവൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1s2 2s2 2p6 3s2 ഇങ്ങനെ ഒരു എലമെൻറ്റ് തന്നിട്ട് ഇവൻ ഏത് ബ്ലോക്കിലെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, സാറേ അവസാനം എഴുതിയത് എസ്സിലല്ലേ, എങ്കിൽ ബ്ലോക്ക് ഏത്? എസ് ബ്ലോക്ക്. ഏത് ബ്ലോക്ക്? എസ് ബ്ലോക്ക്. ഇനി വേറൊന്ന് എഴുതുകയാണ്, 1s2 2s2 2p6 ഏത് ബ്ലോക്ക്? അവസാനം എഴുതിയത് പി അല്ലേ, അപ്പോൾ ഏത് ബ്ലോക്ക്? പി ബ്ലോക്ക്. ഏത് ബ്ലോക്ക്? പി ബ്ലോക്ക്. 1s2 2s2 2p6 3s2 3p6 4s2 3d10 അവസാനം ഫില്ലായത് ഏത്? ഡി. അപ്പോൾ ഏത് ബ്ലോക്ക്? ഡി ബ്ലോക്ക്. ഏത് ബ്ലോക്ക്? ഡി ബ്ലോക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ കോപ്പർ ഏതാ ബ്ലോക്ക്? കോപ്പർ ഏതാ ബ്ലോക്ക്? കോപ്പർ ഏത് ബ്ലോക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ എഴുതുന്നതെങ്കിലാണ് പ്രശ്നം വരുന്നത്. ഇങ്ങനെ നിങ്ങൾ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ അവസാനം കിടക്കുന്ന എസ് അല്ലേ, അപ്പോൾ കോപ്പർ എസ് ബ്ലോക്കിലാണോ? അല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇലക്ട്രോണിൻ ഫില്ലാവുന്നത് എപ്പോഴും ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ലെവലിലാണ്. അപ്പോൾ എനർജി ലെവൽ എഴുതുമ്പോൾ 4s കഴിഞ്ഞിട്ടേ ഞാൻ 3D എഴുതുമെന്ന് പറഞ്ഞു എനർജി ലെവൽ എഴുതുമ്പോൾ. ഇവിടെ പക്ഷേ അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ വേണം, 4s ഫില്ലായിട്ടാണ് 3D ഫില്ലാവുള്ളൂ. അപ്പോൾ ഇവൻ ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. ക്രോമിയോ ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. മറന്നു പോരുത്. അപ്പോൾ ഇങ്ങനെ കോൺഫിഗറേഷൻ നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെ പഠിപ്പിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ എഴുതാൻ പറയുള്ളൂ. ഏത്? 4s എഴുതിയിട്ട് 3D എഴുതാൻ പറയുള്ളൂ. കാരണം ഓർത്തോളും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്നവരാണെങ്കിൽ ഓർത്തോളണം, ഡിയും എസും അടുത്ത് വരുമ്പോൾ 3Dയും 4s അടുത്ത് വരുമ്പോൾ 4s ഫില്ലായിട്ട് 3D ആവും. അതുകൊണ്ട് ഇവൻ ഡി ബ്ലോക്ക് എലമെൻ്റ് ആണെന്നുള്ളത് ഓർത്തോളണം. അടുത്ത് എങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പീരീഡ് കണ്ടുപിടിക്കാം. എന്താണ് പീരീഡ്? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെയുള്ള വരയുണ്ടല്ലോ, ഇതാണ് പീരീഡ്. 1ാം പീരീഡ്, 2ാം പീരീഡ്, 3ാം പീരീഡ്, 4ാം പീരീഡ്. സിമ്പിളാണ്. പീരീഡ് കണ്ടുപിടിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. അവസാനം എഴുതുന്ന ആളുണ്ടല്ലോ, അവസാനം എഴുതുന്ന ആൾ, അവസാനം ഫില്ലാവുന്ന ആൾ, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇവിടെ ഈ നമ്പർ എഴുതൂലേ 1 2 3 4 എന്ന്, അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ 4 അല്ലേ, ഇവൻ ഏത് പീരീഡ് ആയിരിക്കും? 4ാമത്തെ പീരീഡ് ആയിരിക്കും. ഇവ ഏത് പീരീഡ് ആയിരിക്കും? ഇവ 3ാമത്തെ പീരീഡ് ആയിരിക്കും. അതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ അങ്ങനെയാണെങ്കിൽ ഈ കോപ്പറും ക്രോമിയോ ഏത് പീരീഡിലാണ് വരുന്നത്? അപ്പോൾ നമ്മൾ ഈ എഴുതുന്ന രീതിക്കാവുമ്പോൾ ഞാനിപ്പോൾ
ഈ എഴുതുന്ന രീതിക്കാകുമ്പോൾ ഏറ്റവും വലിയ n വാല്യൂ എത്രയാണ് 4. അപ്പോൾ ഇവ ഏതാമത്തെ പീരീഡാണ്? ഇവ 4ാമത്തെ പീരീഡാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇത് ഈ 3ലോട്ട് പോകരുത്. ഏറ്റവും വലിയ n നമ്പർ ഏതോ അതാണ് പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ പീരീഡ് ഏത് തന്നെയാണ്? ഇവൻ്റെ പീരീഡ് ഏത് തന്നെയാണ്? 4ാമത്തെ പീരീഡാണ്. അപ്പോൾ ക്രോമിയവും കോപ്പറും ഇരിക്കുന്ന പീരീഡ് ഏതാണ്? 4ാമത്തെ പീരീഡാണ്. മറന്നു പോകരുത്. ഓക്കെ. അപ്പോൾ പീരീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ ഹയസ്റ്റ് വാല്യൂ ഓഫ് n കണ്ടുപിടിക്കുക. ബ്ലോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അവസാനം ഫില്ലായത് എവിടെയെന്ന് കണ്ടുപിടിക്കുക. എവിടെയെന്ന് കണ്ടുപിടിക്കുക. ഇനി ട്വിസ്റ്റ് വരുന്ന ചോദ്യമാണ് ഹീലിയം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കും, ഹീലിയം ഏത് ബ്ലോക്കിലാണ്? നിങ്ങൾ പറയാം അറ്റോമിക് നമ്പർ 2 1s2 2 എന്ന സബ്ഷെൽ. സാറേ ഏത്? എസ് ബ്ലോക്കിലാണ് ഹീലിയം. പക്ഷേ ഹീലിയം എസ് ബ്ലോക്കിലാണോ? അല്ല. ഹീലിയത്തിന് എസ് ബ്ലോക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഹീലിയത്തിനെ പി ബ്ലോക്കിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളണം. ചിലപ്പോൾ ട്വിസ്റ്റിന് വേണ്ടി ചോദിക്കാം. സെറ്റാണ്. ഇനി ലാസ്റ്റ് പരിപാടി ഗ്രൂപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 18 ഗ്രൂപ്പുകളാണ് ആർക്കുള്ളത്? ഒരു പീരിയോഡിക് ടേബിളുള്ളത്. എത്ര ഗ്രൂപ്പുള്ളത്? 18 ഗ്രൂപ്പ്. 1 2 പിന്നെ അതാ ഇവിടെ ഇങ്ങനെ കുറേ എണ്ണം, പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് 1 2. അതിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? ഈ 3 4 5 6 7 8 9 10 12 വരെ പോകും. 13 14 15 16 17 18 വരെ പോകും. ഇതാണ് നമ്പർ. ഓക്കെ. അപ്പോൾ നോക്കുക എങ്ങനെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവൻ ഏത് ബ്ലോക്കാണെന്ന് കണ്ടുപിടിക്കണം. ബ്ലോക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അവസാനം പോയ സബ്ഷെൽ ഏതാണ്? ഇപ്പോൾ ഇവൻ്റെ കേസ് നമുക്ക് നോക്കാം. ഇവൻ്റെ കേസിൽ അവസാനം പോയ സബ്ഷെൽ എസ് ആണ്. അപ്പോൾ ഇവ എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് കണ്ടുപിടിക്കാനുള്ളത് ഗ്രൂപ്പ് ആണെങ്കിലും ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അവൻ്റെ ബ്ലോക്കാണ്. അവൻ എസ് ബ്ലോക്ക് ആണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. എസ് ബ്ലോക്കിൻ്റെ മുകളിൽ ഇവിടെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ, എത്ര ഇലക്ട്രോൺ ഫില്ലായിട്ടുണ്ടെന്ന്. അത് 1 ആണെങ്കിൽ 1ാമത്തത്, 2 ആണെങ്കിൽ 2ാമത്തത്. ഇവിടെ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ഇവിടെ 3s1 എന്നായിരുന്നെങ്കിൽ അവൻ 1ാമത്തെ ഗ്രൂപ്പിൽ വന്നേനെ. ഇവിടെ 3s2 ആയതുകൊണ്ട് അവൻ ഏത്? 2ാമത്തെ ഗ്രൂപ്പിൽ. അങ്ങനെ ഏത് കോൺഫിഗറേഷൻ എഴുതുമ്പോഴും ഒരുത്തന്നെ എസ് ബ്ലോക്ക് ആണെങ്കിൽ അവൻ്റെ മുകളിൽ കാണുന്ന നമ്പർ ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ. 1 ആണെങ്കിൽ 1ാമത്തെ ഗ്രൂപ്പ്, 2 ആണെങ്കിൽ 2ാമത്തെ ഗ്രൂപ്പ്. സെറ്റാണ്. ഇനി കോൺഫിഗറേഷൻ എഴുതി വന്നപ്പോൾ ഇവിടെ നിന്നു, പിയിൽ നിന്നു എന്ന് വിചാരിക്കുക. 2p6 വരെ നിന്നു. അങ്ങനെയാണെങ്കിൽ ഇവൻ ഏത് ഗ്രൂപ്പാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം കോൺഫിഗറേഷൻ എഴുതിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. പി സബ്ഷെല്ലാണ് ഫില്ലായിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? ഇപ്പം പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ ഒരാൾ പി ബ്ലോക്ക് എലമെൻ്റ് ആണെങ്കിൽ മുകളിലത്തെ നമ്പർ നമ്മൾ നോക്കുക. ഈ നമ്പറിൻ്റെ കൂടെ 12 കൂട്ടുക. എത്ര കൂട്ടുക? 12 കൂട്ടുക. 12 പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ദ പി. പിയുടെ മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പർ പ്ലസ് 12 എത്രയാണോ അതായിരിക്കും അവൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. കാരണം 12 എണ്ണം ഇവിടെ ഓൾറെഡി ഉണ്ട്. 12 കഴിഞ്ഞിട്ട് 13 തൊട്ടാണ് പി ബ്ലോക്ക് തുടങ്ങുന്നത്. സോ 12 പ്ലസ് ആ നമ്പർ എഴുതുമ്പോൾ പി ബ്ലോക്ക് കിട്ടും. ഇനി ഡി ബ്ലോക്കിലാണ് വരുന്നതെങ്കിൽ പേടിക്കുകയൊന്നും വേണ്ട. ഡി ബ്ലോക്കിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്ലസ് ഡിയിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം. ഓക്കെ. ആഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ n-1d ആൻഡ് ദ എസ് സബ്ഷെൽ ടു ഗെറ്റ് ദ ഗ്രൂപ്പ് നമ്പർ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇവിടെ നോക്കിയോ, വീണ്ടും നമ്മൾ ക്രോമിയം കോപ്പറിലോട്ട് പോവാണ്. ഇവന്മാരാണ് വില്ലന്മാർ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതാ ഇവിടെ നോക്കിയോ, ഇവൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇവൻ വരുന്നത് ഏത് ബ്ലോക്കിലാണ്. ചിലർ പറയും എസ് ബ്ലോക്കിലെന്ന്. തെറ്റി, അപ്പോൾ തന്നെ മാർക്ക് പോയി. ഇവ ഏത് ബ്ലോക്കാണ്? ഇവൻ ഡി ബ്ലോക്കാണ്. കാരണം എന്താണ്? 3Dയും 4Sഉം വന്നാൽ 4S ഫില്ലായിട്ട് 3D ഫില്ലാവുള്ളൂ. അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവ ഏതാണ്? ഡി ബ്ലോക്കാണ്. അപ്പോൾ ഡി ബ്ലോക്ക് ആണെങ്കിൽ ഇവൻ ഏതാണ്? ഇവൻ ഞാൻ പറയും ഈ അവസാനം കിടക്കുന്ന 5 ഉണ്ടല്ലോ, ഈ അവസാനം കിടക്കുന്ന 5 പ്ലസ് ഇവിടെ കിടക്കുന്ന 1, അവസാനം കിടക്കുന്ന 5 പ്ലസ് ഇവിടെ കിടക്കുന്ന 1 6ാമത്തെ ആയിരിക്കും. എത്രയായിരിക്കും? 6ാമത്തെ ആയിരിക്കും. ഇവിടെ നോക്കിയേ, 10 പ്ലസ് 1 11 വരും. എത്രയിൽ വരും? 11 വരും. അങ്ങനെയാണ് നമ്മൾ ഡി ബ്ലോക്കിനെ എന്ത് കണ്ടുപിടിക്കേണ്ടത്? n-1ഡിയിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം പ്ലസ് തൊട്ടടുത്തുള്ള എസ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം. ഓക്കെ. ആൻഡ് ദ ns സബ്ഷെൽ ടു ഗെറ്റ് ദ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ. ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഓക്കെ ആണല്ലോ. അതായത് പീരിയോഡിക് ട്രെൻഡ് ഇൻ പീരിയോഡിക് ടേബിൾ മുതലുള്ള ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പീരിയോഡിക് ട്രെൻഡ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ചില പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന എലമെൻറ്റ് എവിടെയാണ് ഇരിക്കുന്നത് എന്നത് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൊരു ഉദാഹരണമാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി? നിങ്ങൾക്കറിയാം അല്ലേ? ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ കാണുന്ന ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര എനർജി കൊടുക്കണം എന്നതിനെയാണ് നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. എൻതാൽപ്പി എന്ന് വെച്ചാൽ എനർജി. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഇലക്ട്രോണ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുകയാണ് ന്യൂക്ലിയസ് എങ്കിൽ നല്ല എനർജി കൊടുത്താലേ നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന അയണൈസേഷൻ എൻതാൽപ്പി എന്താണെന്ന് ചോദിക്കാം. എങ്ങനെ പറയും? മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ്
ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബോണ്ടഡ് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് എൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം ഓഫ് എൻ എലമെൻറ്റ് ഈസ് കോൾഡ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ ഔട്ടർമോസ്റ്റ് കാണുന്ന ഏറ്റവും ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ലെസ് അട്രാക്ഷനുള്ള ഇലക്ട്രോണിന് റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പിക്ക് ഒരു ഗ്രൂപ്പിലും പീരീഡിലും എന്ത് മാറ്റമാണ് വരുന്നത്? അപ്പോൾ നമുക്കറിയാം, ഒരു പീരിയോഡിക് ടേബിളിൽ താഴോട്ട് പോകുന്നതാണ് ഗ്രൂപ്പ്, വലത്തോട്ട് പോകുന്നതാണ് പീരീഡ്. അപ്പോൾ പീരിയോഡിക് ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നോക്കുക. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലേ എന്താണ്? ന്യൂക്ലിയസ് എത്രത്തോളം അട്രാക്ഷനാണ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്, അതനുസരിച്ചായിരിക്കും അയണൈസേഷൻ എൻതാൽപ്പി കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഒരു പീരീഡിൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഷെല്ലുകളുടെ എണ്ണം എന്ത് ചെയ്യും? കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും അല്ലേ, ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണും ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണും, ഇതിൽ രണ്ടിൽ ആരുടെ അടുത്തായിരിക്കും ന്യൂക്ലിയസിന് കൂടുതൽ അട്രാക്ഷൻ ഉള്ളത്? അത് ഇവിടെയാണെന്ന് നിങ്ങൾ പറയും. ഇവിടെയാണെങ്കിൽ ദൂരം കൂടുതലായതുകൊണ്ട് തന്നെ ഈവൻ ദോ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ പോലും ദൂരം കാരണം എന്ത് പറ്റും? ഔട്ടർ മോസ്റ്റ് ഇരിക്കുന്ന ആളെ അത്ര നല്ല രീതിയിൽ അട്രാക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ, എലോങ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്കും അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറയുന്നു. അതായത് ചെറിയ എനർജി കൊണ്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ചെറിയ എനർജി കൊണ്ട് തന്നെ ഈ അയണൈസേഷൻ എനർജി നമ്മളല്ലേ കൊടുക്കുന്നത് അങ്ങോട്ട്. അപ്പോൾ നമുക്ക് ചെറിയ എനർജി കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എലോങ് എ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു. ഇനി എലോങ് എ പീരീഡ് നോക്കുമ്പോൾ നമുക്കറിയാം, പീരീഡിനകത്ത് ഷെല്ലിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല അല്ലേ, എല്ലാവർക്കും ഒരേ ഷെൽ നമ്പർ ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇവിടെ എന്ത് പറ്റുന്നുണ്ട്? വലത്തോട്ട് പോകും തോറും പ്രോട്ടോണുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, എന്നാൽ ദൂരത്തിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇലക്ട്രോൺസിന് നല്ല രീതിയിൽ എന്തായാലും ഒരു അട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, ഉണ്ടാകും. അപ്പോൾ അവർ റിമൂവ് ചെയ്യാൻ കൂടുതൽ എനർജി കൊടുക്കണം. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ, എലോങ് എ പീരീഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് കൂടും. കാരണം നമ്മൾ കൂടുതൽ എനർജി കൊടുത്താലേ ഒരു പീരീഡിൽ നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് എന്ത്? അയണൈസേഷൻ എൻതാൽപ്പിയുടെ പീരിയോഡിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എലോങ് എ ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്, എലോങ് എ പീരീഡ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എലോങ് എ ഗ്രൂപ്പ് നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസസ്, സോ ദ എഫക്റ്റീവ് ന്യൂക്ലിയർ അട്രാക്ഷൻ ഓൺ ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഡിക്രീസസ്. Along a period, the number of shells are equal and the number of proton is increasing, so more nuclear charge, hence more energy is needed to remove the electron. അങ്ങനെ പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഗ്രൂപ്പിലോട്ട് താഴോട്ട് പോകുമ്പോൾ ഷെല്ലിൻ്റെ എണ്ണം കൂടും, അപ്പോഴത്തേക്ക് ന്യൂക്ലിയർ അട്രാക്ഷൻ കുറയും. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ എൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു തന്നെയാണ് അല്ലേ. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ പോകുമ്പോൾ ഡിക്രീസ് ചെയ്യും. ഇനി അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു പീരീഡിലോട്ട് പോകുമ്പോഴത്തേക്കും ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടെന്നുള്ളത് ഇവിടെ പറഞ്ഞു. ഓക്കെ, എന്തുകൊണ്ടെന്നുള്ളത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. ഓക്കെ അല്ലേ? ശരി, ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പീരിയോഡിക് ട്രെൻഡ് കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നതാണ് എന്താ? നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സീസിയവും ഫ്രാൻസിയവുമാണ് ലീസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വരുന്ന ആൾക്കാർ. കാരണം അവർ ആദ്യ ഗ്രൂപ്പുകളിൽ താഴെയാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ റൈറ്റ് സൈഡ് കിടക്കുന്ന ഫ്ലൂറിൻ പോലെയുള്ള ഇവരാണ് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊസിഷൻ തന്നിട്ട് എഴുതാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റൂലേ? ശരി, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓരോ ഗ്രൂപ്പുകളാണ്, ഓരോ ബ്ലോക്കുകളാണ്. എസ് ബ്ലോക്കിൻ്റെ ക്യാരക്ടർ, പി ബ്ലോക്കിൻ്റെത്, ഡി ബ്ലോക്കിൻ്റെത്, എഫ് ബ്ലോക്കിൻ്റെത്. വളരെ സിമ്പിളായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ ആരാണ്? എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ ആൽക്കലി മെറ്റൽസ് അല്ലെ, ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും. ഒന്നാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ആൽക്കലി മെറ്റൽ, രണ്ടാമത്തെ വിളിക്കുന്ന പേര് ആൽക്കലി എർത്ത് മെറ്റൽ. ഇവരെ രണ്ടുപേരെയും ചേർത്തിട്ടാണ് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ട്? ഇവർ രണ്ടുപേരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ അവസാന ഇലക്ട്രോൺ ചെന്ന് നിൽക്കുന്നത് എസ് സബ്ഷെല്ലിലായിരിക്കും. ഇനി ഒന്നാമത്തെ ഗ്രൂപ്പുകാരെ നമ്മൾ എടുത്താൽ അവരെല്ലാവരുടെയും അവസാനത്തെ എസ് സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആയിരിക്കും കാണുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ അവസാനത്തെ ഈ പറയുന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന എണ്ണം വെച്ചിട്ടാണ് നമ്മൾ എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും പഠിച്ചു വയ്ക്കുന്നത്, പണ്ടേ പഠിച്ച കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എസ് ബ്ലോക്ക് ആയാലും പി ബ്ലോക്ക് ആയാലും ഇവരുടെ ഔട്ടർ മോസ്റ്റിനകത്ത് 1 or 2 ഇലക്ട്രോൺസേ കാണത്തുള്ളൂ. സോ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്ന ഏക കാര്യം ഈ പറയുന്ന ആളെ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് മെറ്റാലിക് പ്രോപ്പർട്ടി കൂടുതലെന്ന് പറയുന്നത്. ഇവർ ഇലക്ട്രോണിനെ എപ്പോഴും എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും. സോഡിയത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് പിന്നീടുള്ള ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ എന്തായിരിക്കും?
ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എസ് ബ്ലോക്ക് എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കെമിക്കൽ റിയാക്ഷനിൽ എപ്പോഴും പങ്കെടുക്കുന്നത് എസ് ആയിരിക്കും. എസ് ബ്ലോക്ക് എലമെൻറ്റിന് എന്തിനാണ് ഇഷ്ടം? ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യാനാണ് ഇഷ്ടം. ഇനിയാണ് ഓക്സിഡേഷൻ നമ്പർ വരുന്നത്. പലർക്കും സംശയം വരുന്നൊരു ഭാഗമാണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു കെമിക്കൽ റിയാക്ഷന് പങ്കെടുക്കുമ്പോൾ ഈ പറയുന്ന എലമെൻറ്റ് ഇലക്ട്രോണെ കൊടുക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവിടെ പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പർ, ഇലക്ട്രോൺ വാങ്ങുകയാണെങ്കിൽ അവർക്ക് നെഗറ്റീവ് ഓക്സിഡേഷൻ നമ്പർ. ഇങ്ങനെ പഠിച്ചു വെച്ചതായിരിക്കും എളുപ്പം. അപ്പോൾ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നുവെങ്കിൽ എന്താണ്? പോസിറ്റീവ്, വാങ്ങുന്നുവെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ അതറിയാൻ അവർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവസാനത്തെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എത്ര എണ്ണം ഉണ്ട് അല്ലേ? 4നേക്കാളും ചെറിയ നമ്പറാണ് വരുന്നതെങ്കിൽ അവർക്ക് കൊടുക്കാനായിരിക്കും ഇഷ്ടം, പോസിറ്റീവ്. 4 കഴിഞ്ഞിട്ടൊരു നമ്പർ ആണെങ്കിൽ അവർക്ക് വാങ്ങാനായിരിക്കും ഇഷ്ടം. അതുകൊണ്ട് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇത് അതിൻ്റെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ഇതുപോലെയുള്ള ഒരു എലമെൻറ്റ് തന്നിട്ട് ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി കുറച്ച് ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ കാണാതെ പഠിച്ച് വെച്ചേക്കുന്നതായിരിക്കും നല്ലത് ഈ കേസിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് വെച്ചാൽ -2 ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 2,6 ആണ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ബേസിക് കോൺഫിഗറേഷൻ പറഞ്ഞു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണം അവസാനം 8 എണ്ണമാണ് വേണ്ടതെന്നുള്ളത് നമുക്കറിയാം. ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 6 ഉള്ളൂ. അപ്പോൾ 2 എണ്ണം വാങ്ങുകയാണ് ആര് എപ്പോഴും ചെയ്യുന്നത്? ഓക്സിജൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ 2 എണ്ണം വാങ്ങുമ്പോൾ നെഗറ്റീവ് ചാർജായ ഇലക്ട്രോൺ അല്ലേ വരുന്നത്, അതുകൊണ്ട് മൈനസ്. സോ ഓക്സിജൻ്റെ എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴുള്ള ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആയിരിക്കും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, നല്ലതാണ്. ക്ലോറിൻ എന്ന് പറയുമ്പോൾ 287 ആണ് വരുന്നത്. അപ്പോൾ ക്ലോറിൻ 17. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരെണ്ണമാണ് എപ്പോഴും ആവശ്യം. അപ്പോൾ -1 ആയിരിക്കും ക്ലോറിൻ്റെ എന്തെന്ന് പറയുന്നത്? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ 1-2 ആൾക്കാർ ഓക്സിജൻ, ക്ലോറിൻ ഒക്കെ ഓർത്ത് വയ്ക്കുക. ബാക്കിയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കി, സോഡിയം ക്ലോറൈഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചു. ഞാനിപ്പോൾ ക്ലോറിൻ എന്താ പറഞ്ഞു തന്നതേ ഉള്ളൂ അല്ലേ? ക്ലോറിൻ്റെ -1 ആണ്. അപ്പോൾ അങ്ങനത്തെ കേസുകൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക ഓക്സിഡേഷൻ നമ്പർ? നമ്മൾ ആദ്യം തന്നിട്ടുള്ളത് അങ്ങ് എടുത്ത് എഴുതുക, NaCl. ഇതിൽ ഒരാളുടെ നമുക്ക് അറിയായിരിക്കും. ഇവിടെ ക്ലോറിൻ്റെ അറിയാം -1 ആണ്. സോഡിയത്തിന് അറിഞ്ഞുകൂടാന്ന് തന്നെ വിചാരിച്ചു, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നോക്ക്, ഇവിടെ എഴുതിയേക്കുന്ന സോഡിയം ക്ലോറൈഡിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ചാർജിനെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം ഇവരെന്താണ്? ഇവനിപ്പോൾ ന്യൂട്രലാണ്. ന്യൂട്രലാണ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് ക്ലോറിൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇലക്ട്രോൺ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ -1 ആയത്. അങ്ങനെയാണെങ്കിൽ സോഡിയം അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഒരു ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഇലക്ട്രോൺ അല്ലേ ക്ലോറിൻ വാങ്ങിച്ചത്. അപ്പോൾ എന്താണ്? NAയുടേത് +1 ആയിരിക്കും, Clൻ്റെ -1 ആയിരിക്കും. ചെറിയ കേസുകളിൽ ഇങ്ങനെ തന്നെ ഊഹിക്കാൻ പറ്റും. ഇപ്പോൾ MgO നമുക്ക് നോക്കാം, മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഗ്നീഷ്യം ഓക്സൈഡിൽ ഒരു ചാർജ് ഇല്ല. എനിക്ക് ആകെ അറിയാമെന്നുള്ളത് ഓക്സിജൻ്റെ -2 ആണെന്ന് എനിക്കറിയാം. അപ്പോൾ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ -2ന് വേണ്ട 2 ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ടാവും. ആണോ അല്ലേ? അപ്പോൾ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? മഗ്നീഷ്യത്തിന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ X എന്ന് ഇട്ടു. പക്ഷേ എനിക്കറിയാം ഇവർ രണ്ടുപേരുടെയും കൂടെ നെറ്റ് ചാർജ് 0 ആയതുകൊണ്ടല്ലേ മോൾ എഴുതാത്തത്. അപ്പോൾ ഈ Xൻ്റെ ചാർജിനോടൊപ്പം ഓക്സിജൻ്റെ -2 വന്നപ്പോഴത്തേക്കും ഉത്തരം 0 ആകണമെങ്കിൽ Xൻ്റെ വാല്യൂ എത്രയായിരിക്കും? Xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് X - 2 = 0. അപ്പോൾ Xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? +2 ആയിരിക്കണം. സോ ഇവിടെ മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? +2 ആയിരിക്കും. അപ്പോൾ ഒരാളുടെ അറിയാമെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലായി. എസ് ബ്ലോക്ക് എലമെൻറ്റുകളുടെ ഓക്സിഡേഷൻ നമ്പർ നോക്കുമ്പോഴത്തേക്കും അത് +1ഉം +2 ആയിരിക്കും. +1ഉം+2 ആയിരിക്കും. കാരണം ഇവരെപ്പോഴും ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്നവരാണ്. ഒന്നാമത്തെ ഗ്രൂപ്പുകാർക്ക് അത്രയും ഡൊണേറ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രോണല്ലേ അവസാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ 1നെ ഡൊണേറ്റ് ചെയ്യും. രണ്ടാമത്തെ ആൾക്കാർക്ക് അത്രയും 2 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ 2നെ ഡൊണേറ്റ് ചെയ്യും. സോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് വിൽ ബി ജനറലി +1 ആൻഡ് +2. അപ്പോൾ ഇതിൻ്റെ എളുപ്പമാണ്. ഇനി നമുക്ക് ഇവരുടെ എന്ത് കേസാണ് നോക്കാനുള്ളത്? ഇവരുടെ സ്റ്റേറ്റ് എല്ലാവരും സോളിഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്. പക്ഷേ CCM എന്ന് പറയുന്ന ഒരാൾ മാത്രം ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഡേ ടൈമിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണും. ഫ്രാൻസിയവും റേഡിയോ എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റുകളാണ്. സംഭവം സിമ്പിളാണെങ്കിലും ഇവിടുന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി നോക്കുക. എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ നമുക്കറിയാം ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പുകാരാണ്. അവർ കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +1ഉം +2 ആണ്. അവരിൽ പ്രധാനമായിട്ടും എല്ലാവരും സോളിഡ് സ്റ്റേറ്റിലാണ്. എങ്കിലും CCM എക്സെപ്ഷൻ. ഫ്രാൻസിയവും റേഡിയോ ആക്റ്റീവ് അത് നോക്കി വയ്ക്കണം. ഇനി വരുന്നത് P ബ്ലോക്ക് എലമെൻറ്റുകളാണ്. അപ്പോൾ P ബ്ലോക്ക് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 13 മുതൽ 18 വരെ വരുന്ന ഇത്രയും ആൾക്കാരാണ് P ബ്ലോക്ക് എലമെൻറ്റ് എന്ന് പറയുന്നത്. ഈ P ബ്ലോക്ക് എലമെൻറ്റിൽ ആരൊക്കെ വരും? അപ്പോൾ 13 മുതൽ 18 വരെ വരുന്ന ഗ്രൂപ്പുകാരാണ് P ബ്ലോക്ക് എലമെൻറ്റ്. അതിൽ മെറ്റലുണ്ട്, നോൺ മെറ്റലുണ്ട്, മെറ്റലോയിഡ് ഉണ്ട്, നോബിൾ ഗ്യാസ് ഉണ്ട്.
നോബിൾ ഗ്യാസ് എല്ലാവർക്കും അറിയാം. ഈ അവസാനം കിടക്കുന്ന 18ാമത്തെ ഗ്രൂപ്പുകാരാണ് നോബിൾ ഗ്യാസ്. അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഫില്ലായിരിക്കും, അതുകൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല. ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഇത്രയും ആൾക്കാരാണ് നോൺ മെറ്റലുകൾ എന്ന് പറയുന്നത്. ഈ നീല നിറത്തിൽ കാണുന്ന ഇത്രയും ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്, മെറ്റലുകൾ എന്ന് പറയുന്നത്. ഓറഞ്ചിൽ കാണുന്ന ഇവരാണ് മെറ്റലോയിഡുകൾ, എന്ന് വെച്ചാൽ മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും പ്രോപ്പർട്ടീസ് അവർ കാണിക്കും. ഇനി മെറ്റലുണ്ട്, നോൺ മെറ്റലുണ്ട്, മെറ്റലോയിഡ് ഉണ്ട്, അതുപോലെ സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേരുന്ന ഒരു അവിയൽ പരുവത്തിൽ കാണുന്ന ബ്ലോക്കാണ് ഏതെന്ന് പറയുന്നത് പി ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത പി ബ്ലോക്ക് എലമെൻ്റ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇവിടെയും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹൈഡ്രോജൻ ഫ്ലൂറൈഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രോജൻ എന്ന് പറയുന്നത് എന്തായാലും ഈ പറയുന്ന പി ബ്ലോക്കിൽ വരുന്നതല്ല, ഏതാണ് എസ് ബ്ലോക്കിൽ വരുന്ന ആളാണ്. അപ്പോൾ ഫ്ലൂറിൻ്റെത് എനിക്കറിയില്ല, എനിക്ക് ഫ്ലൂറിനെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല. പക്ഷേ എനിക്ക് ഹൈഡ്രോജൻ അറിയാം. ഹൈഡ്രോജൻ എന്തായാലും ഒരു ഇലക്ട്രോണേ ഉള്ളൂ, ആ ഒരു ഇലക്ട്രോൺ അവന് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇലക്ട്രോൺ കൊടുക്കുമ്പോഴത്തേക്കും +1 ആയിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആവുക. ഇവിടെ ചാർജ് എന്ന് പറയുന്നത് ന്യൂട്രൽ അല്ലേ, അപ്പോൾ എന്തായാലും ഫ്ലൂറിൻ്റെ എത്രയായിരിക്കണം, -1 ആവണം. അപ്പോഴല്ലേ +1 -1 കൂടെ 0 ആവുള്ളൂ. അപ്പോൾ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ എത്രയാണ്, -1. ഇനി Al2O3, അയ്യോ വലിയ സംഭവമാണ്, പക്ഷെ ഒരു സംഭവമില്ല, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എനിക്ക് അലൂമിനിയത്തെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല, പക്ഷേ 2 അലൂമിനിയം ഉണ്ടെന്നറിയാം. ഇത് നോക്കിയിട്ട് Al2 എന്നറിയാം. ഓക്സിജൻ 3 ഉണ്ടെന്നും അറിയാം. ഓക്സിജൻ എനിക്കറിയാമേ, എത്രയാണ്, ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 13 അപ്പോഴത്തേക്ക് ഓക്സിഡേഷൻ നമ്പർ 8 അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആയിരിക്കും. അപ്പോൾ എനിക്കറിയാം അലൂമിനിയത്തിന് എനിക്കറിയില്ല, ഞാൻ അതിന് X എന്ന് ഇട്ടു. പക്ഷേ എത്ര എണ്ണം ഉണ്ട് അലൂമിനിയം, 2 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ചാർജിനോടൊപ്പം ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്, ഓക്സിജൻ ഇവിടെ 3 എണ്ണം ഉണ്ട്. ഓക്സിജൻ്റെ ചാർജ് എത്രയാണ്, -2 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് നെറ്റ് ചാർജ് ഇവിടെ 0 കിട്ടുന്നത്. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ചാർജ് എഴുതുമായിരുന്നു, ഇല്ല. അപ്പോൾ ഞാൻ എടുക്കുന്നു X × 2 2x + 3 × 2 -6 = 0. അല്ലെങ്കിൽ 2x - 6 = 0. അല്ലെങ്കിൽ 2x +6. x എന്താണ്, +6/2. ദാറ്റ് ഈസ് x +3. അതായത് അലൂമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ +3 ആണ്. ഓക്സിജൻ്റെ എന്താണ്, -2 ആണ്. ഓക്സിജൻ എന്താണ്, -2 ആണ്. ഇവിടെ +3 എന്നുള്ളത് എന്തുകൊണ്ടാണ് -2 ആയിട്ട് ക്യാൻസൽ ആയി പോയത്, എണ്ണം നോക്കണം, 2 എണ്ണം ഉണ്ട്. അപ്പോൾ 6, ഇവിടെ 3 × 2 6, +6 -6, അതുകൊണ്ടാണ് 0 ആയത്. ഓക്കെ. അതുപോലെ SO2ൻ്റെത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. അലൂമിനിയത്തിൻ്റെത് +3 ആണ്. SO2ൻ്റെ നമുക്ക് നോക്കാം. SO2ലും എനിക്ക് ആരെ അറിയില്ല, എനിക്ക് സൾഫറിനോ എനിക്ക് എസിനെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് എന്തറിയാം, O അറിയാം. അപ്പോൾ ഇവിടെ ഒരു എസ്സേ ഉള്ളൂ, അപ്പോൾ അതിന് അറിഞ്ഞാത്തോണ്ട് ഞാൻ X ഇട്ടു. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് ഓക്സിജൻ 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ 2 × -2 ചാർജ് എണ്ണം 2 = 0. അപ്പോൾ എക്സ് ഇവിടെ 2 × 4 ആകും. അപ്പോൾ -4 = 0 എന്ന് എഴുതി കൂടെ. അപ്പോൾ x +4 എന്ന് വരൂലേ. അതായത് ഇവിടെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 ആണ് എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റുകൾ നമുക്ക് നോക്കുമ്പോൾ അവിടെ എന്തായിരിക്കും, ഈ പി ബ്ലോക്ക് എലമെൻറ്റുകൾക്ക് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ, കാണിക്കാനായിട്ട് പറ്റും. മാത്രമല്ല പല വേരിയബിൾ നമ്പേഴ്സും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ, അവർക്ക് പ്ലസ് മൈനസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ, -1 കണ്ടു, നമ്മളെവിടെ കണ്ടു, -1 നമ്മുടെ ഫ്ലൂറിനിൽ കണ്ടു. അലൂമിനിയത്തിലും സൾഫറിലും എന്ത് കണ്ടു, നമുക്ക് പ്ലസും കാണാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇനി അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ ഗാലിയവും അല്ലേ, അവിടെ എന്താണ് എല്ലാവരും സോളിഡ്സും ലിക്വിഡും ഗ്യാസും ഉണ്ട്. അതിൽ ഗാലിയം എന്ന് പറയുന്നത് എന്താണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതുകൊണ്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന ഒരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ് ഗാലിയം. ഇങ്ങനത്തെ ഈ വെറൈറ്റി ആയിട്ട് വരുന്ന സാധനങ്ങൾ നമ്മൾ നോക്കി വെച്ചോളം ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, എസ് ബ്ലോക്ക് എലമെൻറ്റുകളെയും പി ബ്ലോക്ക് എലമെൻറ്റുകളെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്. അതും ചോദിക്കും. ഇനി ഇവിടെ ഒരു ചോദ്യം, അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റുകളാണോ പി ബ്ലോക്ക് എലമെൻറ്റുകളാണോ കൂടുതൽ, കുറവ് എസ് ബ്ലോക്ക് എലമെൻറ്റുകളായിരിക്കും. ഓക്കെ, എസ് ബ്ലോക്ക് എലമെൻറ്റുകളൊക്കെ ആയിരിക്കും അയനൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കുറവ്. അറിയാലോ, താഴോട്ട് പോകുമ്പോൾ വലിപ്പം കൂടുന്നതാണ് കാരണം എന്ന് പറയുന്നത്. പി ബ്ലോക്കുകാർ വലതുവശത്തായതുകൊണ്ട് തന്നെ പീരീഡിൻ്റെ വലതുവശത്തല്ലേ, അപ്പോൾ ഇവർക്ക് എന്തായാലും ഇവരെക്കാളും അയനൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. അടുത്ത ഡി ബ്ലോക്ക് എലമെൻറ്റിലും വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ആരാണ്, നമ്മുടെ മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ ഈ പറയുന്ന 12ാമത്തെ ഗ്രൂപ്പ് വരെ വരുന്ന ആൾക്കാർ. ഓക്കെ, അതായത്
ഈ പറയുന്ന 3 മുതൽ 12 വരെ വരുന്നവരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ. സിമ്പിളാണ്. ഈ ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അറിയാമല്ലോ, 4s ഫില്ല് ചെയ്തിട്ടേ അടുത്ത് എന്ത് ചെയ്യുള്ളൂ, 3D ഫില്ല് ചെയ്യുള്ളൂ എന്നുള്ള വളരെ ബേസിക്കായ കാര്യം. അപ്പോൾ 4s കഴിഞ്ഞിട്ടായിരിക്കും 3D ഫില്ല് ചെയ്യുന്നത്. അതായത് പെനൾട്ടിമേറ്റ് ഷെല്ലിലായിരിക്കും അവസാനമായിട്ട് ഫില്ല് ചെയ്യുന്നത്. കാരണം നമ്മൾ എനർജിയുടെ ഓർഡർ എഴുതുമ്പോൾ 3D കഴിഞ്ഞിട്ടാണ് 4s വരേണ്ടത്. പക്ഷേ ഫില്ലിംഗ് വരുമ്പോഴത്തേക്കും 4s കഴിഞ്ഞിട്ടാണ് 3D വരുന്നത്. അപ്പോൾ അവസാനം ഇത്, അതിന് തൊട്ട് മുമ്പുള്ളത് ഡി. ഇതിനെയാണ് പെൻ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അൾട്ടിമേറ്റിന് മുന്നേ പെൻ അൾട്ടിമേറ്റ്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റുകളുടെ പ്രത്യേകത, പെൻ അൾട്ടിമേറ്റ് ഷെല്ലിലായിരിക്കും ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ എല്ലാവരും എന്താണ്, മെറ്റലുകളാണ്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ഇപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണയായിട്ട് ഒരു ഗ്രൂപ്പിലാണല്ലോ സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്, മുകളിൽ നിന്ന് താഴോട്ട്. ഒന്നാമത്തെ ഗ്രൂപ്പുകാർക്കെല്ലാം ഒരേ പ്രോപ്പർട്ടി, രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്ക് ഒരേ പ്രോപ്പർട്ടി, 13, 14, 15, 16, 17, 18. എന്നാൽ ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ വേറൊരു പ്രത്യേകതയുണ്ട്. ഇവർ ഗ്രൂപ്പിലും ഒരേ പ്രോപ്പർട്ടി കാണിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി അവർക്കുണ്ട്, പോരാതെ ഇവർ പീരീഡിന് ലോങ്ങായിട്ടും സെയിം പ്രോപ്പർട്ടി കാണിക്കും. അതെന്തുകൊണ്ടെന്ന് ചോദിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്കറിയാമല്ലോ, എനർജിയുടെ ഓർഡറിൽ എഴുതുമ്പോഴത്തേക്കും എപ്പോഴും 3D കഴിഞ്ഞിട്ടാണ് 4s വരുന്നത്. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 3D കഴിഞ്ഞിട്ടേ 4s വരുള്ളൂ. എനർജി വരുമ്പോഴാണ് എന്ത് വരുന്നത്, 4s കഴിഞ്ഞ് 3D വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ പറയുന്ന ഡി ബ്ലോക്ക് എലമെൻറ്റുകളിൽ അത് ഇവിടെ നോക്കുകയാണെങ്കിൽ, നമ്മളിതാ 4ാമത്തെ പീരീഡുകാരെ നോക്കുകയാണ്. 4ാമത്തെ പീരീഡ് നോക്കിക്കഴിയുമ്പോൾ എല്ലാവരുടെയും അവസാനത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഏതാണ്, 4s, 4s, 4s. ഇത് എക്സെപ്ഷനാണ്. ക്രോമിയം കോപ്പർ എക്സെപ്ഷനാണ്. ഓക്കെ, 4s, 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 4s. അത് വന്നത് എന്തുകൊണ്ടാണ്, 3D കഴിഞ്ഞിട്ട് 4s ഫില്ല് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ എന്ത് പറ്റും, എല്ലാവരുടെയും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ സെയിം അല്ലേ. അതുകൊണ്ട് എന്ത് പറ്റും, ഇവർക്ക് എലോങ് എ പീരീഡും സിമിലർ പ്രോപ്പർട്ടി കാണിക്കും. ഇനി 5th ഗ്രൂപ്പിലാണെങ്കിൽ എന്ത് പറ്റും, 5s, 5s, 5s എന്ന് വരും. ക്രോമിയം കോപ്പർ എപ്പോഴും എക്സെപ്ഷനാണ്. അപ്പോൾ ക്രോമിയം കോപ്പർ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചിട്ടേ ചോദ്യം എഴുതാവുള്ളൂ. ഇപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെനൾട്ടിമേറ്റ് ഷെല്ലിലായിരിക്കും അവസാനം ഫില്ലിംഗ് നടക്കുന്ന. ഇവർക്ക് മാത്രം ഗ്രൂപ്പിലും പീരീഡിലും സെയിം പ്രോപ്പർട്ടി കാണിക്കും. ഗ്രൂപ്പിലും പീരീഡിലും സെയിം പ്രോപ്പർട്ടി കാണിക്കും. ഇനി ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ പറ്റി നോക്കും. അവിടെയാണ് വേറൊരു കൺഫ്യൂഷൻ. ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിങ്ങൾ വെറുതെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഞാൻ ആലോചിക്കും, നിങ്ങൾ ആലോചിക്കും, ഓക്സിജൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ഓക്സിജൻ -2 ആയിരിക്കും, സോഡിയത്തിൻ്റെ +1 ആയിരിക്കും, മെഗ്നീഷ്യത്തിൻ്റെ +2 ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന ഡി ബ്ലോക്ക് എലമെൻറ്റുകളിൽ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വേരി ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഇത് തന്നെയാണ് വിഷയം. 3D കഴിഞ്ഞിട്ട് 4s, 3D കഴിഞ്ഞിട്ട് 4s ആണ് വരുന്നതെങ്കിലും ഫില്ല് ചെയ്യുന്നത് 4s കഴിഞ്ഞ് 3D ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്, എനർജിയുടെ വ്യത്യാസമാണ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഈ 4sഉം ഈ പറയുന്ന 3Dയും തമ്മിൽ ഒരു സ്ലൈറ്റായിട്ടുള്ള എനർജിയുടെ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആവശ്യക്കാരൻ വന്ന് ചോദിച്ചാൽ 4s കിടക്കുന്ന ഇലക്ട്രോണിനെയും കൊടുക്കും, ആവശ്യം വന്ന 3D ഒന്നും എടുത്ത് കൊടുക്കാൻ പറ്റുമവർക്ക്. ഒന്ന് ശക്തിയായിട്ട് വലിച്ചു കഴിഞ്ഞാൽ 3Dയിലുള്ളവന് അങ്ങ് പോകും. കാരണം ഇവരായിട്ട് എഴുതേണ്ട ഒരേ എനർജിയാണ്. ഇതാണ് 3Dക്ക് എന്തിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ളതിൻ്റെ റീസൺ. ഇവിടെ നോക്കുക, ഇവിടെ FeCl2 ഉണ്ട്, FeCl3 ഉണ്ട്. FeCl2 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, +2 ആണ്. FeCl3യിലാണെങ്കിൽ +3 ആണ്. അപ്പോൾ നോക്കി, ഒരേ അയൺ ക്ലോറിൻ 2 ചേർന്നപ്പോൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിച്ചു, 3 ക്ലോറിൻ വന്നപ്പോൾ 3 ആയി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നോക്കിയേ, നോർമൽ കണ്ടീഷനിൽ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അറിയാമല്ലോ. അപ്പോൾ നോക്കിയേ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, FeCl2ൽ +2 കാണിച്ചു, +3 കാണിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. ഈ പറയുന്ന കണ്ടോ, നോർമൽ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഇതല്ലേ, 1s2, 2s2, 2p6, 3s2, 3p6, 4s2. Cl2 വന്നപ്പോൾ എന്ത് പറ്റി, 2 ക്ലോറിനാണ്, ക്ലോറിൻ 1 ആവശ്യമുള്ളൂ, ഇവർ 2 പേരെ അങ്ങ് കൊടുത്തു. അങ്ങനെ Cl2 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയി. എന്നാൽ ഒരു ക്ലോറിനും കൂടെ വന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന 6ൽ നിന്നും ഒരു ഇലക്ട്രോണിനെ കൊടുത്തിട്ട് ഇവന് 3D5 ആകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇവർ രണ്ടുപേരും ഒരേ എനർജി ലെവലിലാണ്. There is a slight difference between the energy of the outermost shell and the penultimate shell. സ്ലൈറ്റ് എനർജി ഡിഫറൻസ് ഇവർക്കിടയിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ആഞ്ഞു വലിച്ചാൽ അവൻ അങ്ങ് പോകും.
അപ്പോൾ ആ 3D4s ഫില്ലിംഗ് ആണ് അവിടെയും നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഗ്രൂപ്പിനും ഈ പറയുന്ന പീരീഡിനും എലോങ്ങായിട്ട് പ്രോപ്പർട്ടി കാണിക്കുന്നതിൻ്റെ പിന്നിലും 3D4s ആണ്. ഇനി ഒന്നും കിട്ടുന്നില്ല, മറന്നു പോകണമെങ്കിൽ 3D4s എന്ന് എഴുതി എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ പെട്ടെന്ന് നോക്കുന്ന സാറ് ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടെങ്കിൽ മാർക്ക് കിട്ടും. ഇതാണ് ഡി ബ്ലോക്കിൻ്റെ മെയിൻ വില്ലൻ. ഇനി ഇവിടെ നോക്കി മാംഗനീസ് നോക്കി 25 വരുന്നത്. ഇവൻ ഓരോരുത്തർ Cl2 ആയിട്ട് ചേർന്നപ്പോൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിച്ചു, O2 ആയിട്ട് ചേർന്നപ്പോൾ +4 കാണിച്ചു, O3യുമായിട്ട് ചേർന്നപ്പോൾ +3 കാണിച്ചു, O7യുമായിട്ട് ചേർന്നപ്പോൾ +7 കാണിക്കുന്നു. എന്തുകൊണ്ട്? ഇത് തന്നെയാണ് കാരണം. എന്താ കണ്ടോ, ഇവിടെ നിന്ന് ഈ ഔട്ടർ മോസ്റ്റിൽ നിന്ന് ഓരോന്ന് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ ഇവന് ഒരു മടിയുമില്ല. കാരണം 3Dക്കും 4sനും ഏതാണ്ട് ഒരേ എനർജി ലെവലാണ്. ദർ ഇസ് ഓൺലി എ slight energy difference between the outermost S subshell and penultimate D subshell. As a result, when favorable condition occurs, electrons from the D subshell also take part in chemical reaction. ഇതുകൊണ്ടാണ് ഇവരെന്ത് കാണിക്കുന്നത്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഇനി കളേർഡ് കോമ്പൗണ്ട് വരുമ്പോൾ ഇത് തന്നെയാണ്. അവിടെയും ഡി തന്നെയാണ് പ്രശ്നം. ഈ ഡിയിൽ 1 മുതൽ 10 വരെ ഇലക്ട്രോൺസ് കൊള്ളുമെന്നാണല്ലോ. എന്നാൽ നമ്മൾ ഈ പറയുന്ന ഡി ബ്ലോക്ക് നോക്കുമ്പോഴത്തേക്കും അവസാനത്തെ സിങ്ക് ഒഴിച്ച് ബാക്കി എല്ലാവരിലും ഡി എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്. ഇവർ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡി ഓർബിറ്റിൽ കിടക്കുന്ന ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ചാടുന്ന കാരണം എനർജി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ഫോമിൽ റിലീസ് ചെയ്യുന്നു. സോ ഇവർ കളേർഡ് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട കാര്യം, കോപ്പർ സൾഫേറ്റിൻ്റെ നിറം നീലാന്ന് ഇനി അറിഞ്ഞുകൂടാത്ത ആരുമില്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പർപ്പിൾ ആണെന്നറിയാം. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ് വലിയ പരിചയമില്ലാത്തത്, അത് ഓറഞ്ച് നിറത്തിൽ കാണുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടെന്ന് നോക്കിയാൽ ഇവിടെ എല്ലായിടത്തും ആരുണ്ട്? ഡി ബ്ലോക്ക് എലമെൻറ്റുകളുണ്ട്. ഈ ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് പറയുന്നത് ട്രാൻസിഷൻ എലമെൻ്റ് ആണ്, അല്ലെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഡി ഓർബിറ്റൽ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. എക്സെപ്റ്റ് സിങ്ക്. കാരണം സിങ്കിൽ 3D10 ഉണ്ട്. 10 ഉള്ളതുകൊണ്ട് പിന്നെ ഫുൾ ആയതുകൊണ്ട് മാറത്തില്ല. സോ സിങ്ക് ഒഴിച്ച് ബാക്കി എല്ലാവരും കളേർഡ് കോമ്പൗണ്ട് കാണിക്കുന്നതിൻ്റെ കാരണം അവിടെ എല്ലാം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡി സബ്ഷെൽ ഉള്ളത് കൊണ്ടാണ്. തീർന്നു. അടുത്ത് വരുന്നതാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റുകൾ. എഫ് ബ്ലോക്ക് എലമെൻറ്റുകൾ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്നാണ് ഇവർ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെൻ്റ് എന്നാണ് വിളിക്കുന്നത്. ആൻറ്റി പെനൾട്ടിമേറ്റ് അല്ല, ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അറിയാലോ, എന്തായിരിക്കും? 3D കഴിഞ്ഞിട്ട് അടുത്തല്ലേ 3D അല്ല, നമുക്ക് 4D കഴിഞ്ഞിട്ടല്ലേ എഫ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ, അവസാനം വരുന്ന എസ്, അതിന് മുമ്പ് ഡി, അതിന് മുമ്പുള്ള എഫിലായിരിക്കും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്? ഫില്ലാവുന്നത് അല്ലേ. എനർജി കുറവായതുകൊണ്ട് നമ്മുടെ N+L റൂൾ ബാധകമായതുകൊണ്ട് തന്നെ എസ് ഫില്ലായി, ഡി ഫില്ലായി, അടുത്ത എഫ് ആവും. പക്ഷേ ഓർഡറിൽ നോക്കുമ്പോൾ അവൻ ഇത് ലാസ്റ്റ്, ഇത് പെനൾട്ടിമേറ്റ്, ഇത് അതിനും മുമ്പുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന എഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ ഇന്നർ ട്രാൻസിഷൻ എലമെൻ്റ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ഷെല്ലിന് നമുക്ക് ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആൻറ്റി പെനൾട്ടിമേറ്റ് എലമെൻറ്റുകളെന്ന് ഇവരെ പറയും. ആരൊക്കെ വരും? നമ്മുടെ പീരിയോഡിക് ടേബിൾ ഏറ്റവും അവസാനം കിടക്കുന്ന ലാന്തനൈഡും ആക്ടിനൈഡുകളുമാണ്. 6ാമത്തെ പീരീഡിലെ ലാന്തനൈഡും 7ാമത്തെ ആക്ടിനൈഡുകളുമാണ് വരുന്നത്. ഇവരുടെ പ്രത്യേകത എന്തായിരിക്കും? ഇവർ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റുകളുണ്ട്, മാൻമെയ്ഡ് എലമെൻറ്റുകളും ഉണ്ട്. ആക്ടിനോയിഡ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. ഓക്കെ. ഇനി യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം എന്ന് പറയുന്ന ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്ന ഫ്യൂലുകളും ഇവിടെയാണ് വരുന്നത്. കാന്തങ്ങൾ ഉണ്ടാക്കുന്ന നിയോഡിയം മാഗ്നറ്റ് ഇതിനകത്ത് വരും. പെട്രോളിയം ഇൻഡസ്ട്രിക്ക് ഇത് ഉപയോഗിക്കുന്ന സീറിയവും ലന്താനവും ഒക്കെ ഇതിനകത്ത് വരും. റെയർ എർത്ത് എലമെൻറ്റുകളും ഇതിലാണ് വരുന്നത്. റെയർ എർത്ത് എലമെൻറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും വേറൊന്നുമില്ല, ഇവർ നമ്മുടെ ഭൂമിയിലുണ്ടെങ്കിലും ഇവരെ ലാർജ് ക്വാണ്ടിറ്റിയിൽ കിട്ടാത്തത് കൊണ്ട് ഇവരെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് റെയറാണ്. അതാണ് സംഭവം. സ്കാൻഡിയവും വൈട്രിയവും ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പ്രധാന പോയിന്റുകൾ. ഇവിടെ ഈ എക്സാമ്പിൾസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എക്സാമ്പിൾസ് എന്തിന് ഉപയോഗിക്കുന്നു, ഏത് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നു എന്നതായിരിക്കും എഫ് ബ്ലോക്ക് എന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഈ ആൻറ്റി പെനൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എന്ന പേര്. അതിനപ്പുറം ഓക്സിഡേഷൻ സ്റ്റേറ്റ് അങ്ങനെയുള്ളതൊന്നും എഫിൽ നിന്ന് ചോദിക്കില്ല, കാരണം അത് വേറെ കൺഫ്യൂഷനാണ്. അതെപ്പോഴും ചോദിക്കുന്നത് ഡിയിലാണ്. അപ്പോൾ ഇത്രയും നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഊഹം ഞാൻ പറഞ്ഞു തരികയാണ്. അയനൈസേഷൻ എൻതാൽപ്പി ഈ പറയുന്ന ഗ്രൂപ്പിലും പീരീഡിനും അക്രോസ് ആയിട്ട് എങ്ങനെ ചേഞ്ച് ആകുന്നു, അതായത് താഴോട്ട് പോകുമ്പോൾ കൂടുകയോ കുറയോ, വലത്തോട്ട് പോകുമ്പോൾ കൂടുകയോ കുറയോ എന്നുള്ളത് ചോദിക്കാം. അവിടെ പടം തന്നിട്ട് ഇതിൽ ആർക്കാണ് കൂടുതൽ ആർക്കാണ് കുറവെന്നുള്ളത് നോക്കും. അപ്പോൾ നിങ്ങൾ പൊസിഷൻ നോക്കിയിട്ട് വേണം കണ്ടുപിടിക്കാൻ. അത് കഴിഞ്ഞ് വരുന്നത് നമ്മൾ ഈ പറയുന്ന എന്താണ്, എസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എസ് ബ്ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ +1 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുള്ളതായിരിക്കും. എങ്കിലും കൂടുതൽ ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു റെയർ കേസ് ആയതുകൊണ്ട്. പി ബ്ലോക്കിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന പരിപാടി തന്നെ ആയിരിക്കും ചോദിക്കാനായിട്ട് കൂടുതൽ ചാൻസ് ഉള്ളത്. പോസിറ്റീവും നെഗറ്റീവും കാണിക്കും, സോളിഡും ലിക്വിഡും ഗ്യാസും കാണിക്കും.
ഡിയിൽ നിന്നാണ് കൂടുതലും ചോദ്യം വരാൻ ചാൻസ്. 2 ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഒന്ന്, എന്തുകൊണ്ടാണ് ഗ്രൂപ്പിനും പീരീഡിനും എലോങ് ആയിട്ട് ഡി ബ്ലോക്കുകാർ പീരിയോഡിസിറ്റി കാണിക്കുന്നത്? 2, എന്തുകൊണ്ടാണ് ഇവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? ഇതാണ് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. കളേർഡ് കോമ്പൗണ്ട് കാണിക്കുന്ന എന്ത്? ഓക്കെ, എഫിനകത്ത് മെയിനായിട്ട് ഈ എക്സാമ്പിൾസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി മുന്നേ ഉള്ള കാര്യങ്ങൾ എങ്ങനെ ഗ്രൂപ്പ് കണ്ടുപിടിക്കും, പീരീഡ് കണ്ടുപിടിക്കും എന്നുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മുന്നത്തെ വൺ ഷോട്ടിൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും 2 ദിവസം സമയമുണ്ടല്ലോ, അപ്പോൾ സമയം പോലെ ഇരുന്ന് കാണുക. സോ അടുത്ത ചാപ്റ്ററുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.